നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഗൂഢ അജണ്ടകൾ പൊതുസമൂഹം ഒരു കാലഘട്ടത്തിലും മനസ്സിലാക്കരുത് എന്ന നിർബന്ധ ബുദ്ധി ആർക്കാണ് ഉള്ളത്? ഈ കഴിഞ്ഞ കുറെ നാളുകളിലായി നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമുണ്ട്. പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദത്തെ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദം കേരളത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ ചൂണ്ടിക്കാണിക്കുന്നവരെ വെട്ടുക്കിളികളെ പോലെ കൂട്ടമായി ആക്രമിക്കുന്ന ഒരു പ്രതിഭാസം. പലപ്പോഴും കേരളത്തിലെ പോലീസ് മേധാവിമാർക്ക് തങ്ങളുടെ റിട്ടയർമെന്റിനോട് അനുബന്ധിച്ച് മാത്രമേ പലപ്പോഴും ഈ കേരളത്തിൽ ഇസ്ലാമിക തീവ്രവാദമുണ്ട് അല്ലെങ്കിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്വാധീനം ഉണ്ട് എന്ന് തുറന്ന് പറയാനുള്ള ഒരു ധൈര്യം പലപ്പോഴും ആ ഒരു ഘട്ടത്തിൽ മാത്രമേ അവർ കാണിക്കാറുള്ളൂ. നമുക്കറിയാവുന്നതുപോലെ ലോക്നാഥ് ബെഹ്റ, ഒപ്പം തന്നെ ടി.പി. സെൻകുമാർ, ഒപ്പം ജേക്കബ് പുന്നൂസ് എന്നിവരൊക്കെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഗൂഢാജണ്ടകളെ തങ്ങളുടെ ഒരു വിരമിക്കുന്ന ആ ഒരു അവസരത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ ഒരു ചർച്ച സംഘടിപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ തന്റെ ഒക്ടോബർ മാസത്തിൽ പുറത്തിറങ്ങാൻ പോകുന്ന ഒരു പുസ്തകത്തിലെ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖമാണ്. അതിൽ അദ്ദേഹം കൃത്യമായിട്ടും കേരളത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം ചെലുത്തുന്ന സ്വാധീനം അത് എത്തരത്തിലാണ് യുവാക്കളെ സ്വാധീനിക്കുന്നത്, IS റിക്രൂട്ട്മെന്റ് എന്നതിനെയൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കപ്പെടുകയുണ്ടായി. എന്നാൽ സ്വാഭാവികമായി നാം പ്രതീക്ഷിച്ചതുപോലെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വന്നു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ആശയങ്ങളെ കുറിച്ച് പ്രസക്തമായിട്ടുള്ള വളരെ കാലോചിതമായിട്ടുള്ള മുഖപ്രസംഗം എഴുതിയ ദീപിക ദിനപത്രത്തെ വലിയ രീതിയിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളും ഒക്കെ വിമർശിക്കുന്ന ഒരു കാഴ്ചയ്ക്കും കേരളം സാക്ഷ്യം വഹിച്ചു. ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു, ജയരാജൻ തുറന്നുവിട്ടതിനെ ഭയക്കുന്നത് ആര്? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ്, ഒപ്പം തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ T. ദേവപ്രസാദ്, ഒപ്പം ദീപികയിൽ നിന്നും ശ്രീ ജോൺസൺ പൂന്തുരുത്ത്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ റോബിൻ, നമ്മൾ കണ്ടു ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിച്ച പി ജയരാജന്റെ പ്രസ്താവന. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ സ്വാഭാവികം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഈ ഒരു കുറെ നാളുകളായി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് ഉണ്ടാകുന്ന അതേ ഒരു അവസ്ഥ തന്നെ പി ജയരാജനും നേരിടേണ്ടി വന്നു. ഒപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ആശയങ്ങളെ സംബന്ധിച്ച് കാലോചിതമായിട്ടുള്ള മുഖപ്രസംഗം എഴുതിയ ദീപികയെ പേരെടുത്ത് വിമർശിച്ചുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ചാനൽ ചർച്ചകളൊക്കെ സംഘടിപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഫാദർ റോബിൻ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഗൂഢ തന്ത്രങ്ങളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഇത്രത്തോളം ഒരു വിരളി പിടിക്കുന്നത്? ഒരിക്കലും വിമർശിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു പ്രതിഭാസമായി മാറിയോ കേരളത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദം? ഫാദർ റോബിൻ. ജോർജി, നമ്മള് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ തീവ്രതയെ കുറിച്ച് മലയാളി കൃത്യമായിട്ട് കേൾക്കുന്നത് VS അച്യുതാനന്ദനിൽ നിന്നാണ്. പിന്നീട് 2019 അറിഞ്ഞോ അറിയാതെയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായിട്ട് തന്നെ പറയേണ്ടി വന്നു, ഏതാണ്ട് 100ഓളം മലയാളികൾ പോയിട്ടുണ്ട്, ISIS പോയിട്ടുണ്ട്. അതില് ഭൂരിഭാഗം പേര് ജോലിക്ക് പോയപ്പോഴാണ് പോയത്, കുറച്ച് പേര് നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് പറയുന്നത് അദ്ദേഹത്തിന് പറയേണ്ടതായിട്ട് വന്നു. പിന്നീട് നമ്മുടെ ജോർജി ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ 2 DGPമാർ സ്ഥാനം ഒഴിഞ്ഞ് കടന്നു പോയപ്പോൾ ഡോക്ടർ സെൻകുമാറും ലോക്നാഥ് ബെഹ്റയും പറഞ്ഞു വെച്ചു, ഇവിടെ ഇത്തരത്തിലുള്ളൊരു തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു സംവിധാനം നടക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു വെച്ചു. ഇപ്പോൾ അതിൽ നിന്നെല്ലാം കുറെ കൂടി ഡെവലപ്പ് ചെയ്ത് അല്പം കൂടി വ്യക്തമായിട്ട് CPMന്റെ സംസ്ഥാന നേതാവായ പി ജയരാജൻ അദ്ദേഹം ആ ചാനൽ ഇന്റർവ്യൂവിലും അദ്ദേഹത്തിന്റെ ഇറങ്ങാൻ പോകുന്ന പുസ്തകത്തിലും അദ്ദേഹം ഇത്തരം ചില കാര്യങ്ങൾ തുറന്നു വെച്ചു. അത് ദീപിക അത് ശരിയാണെന്ന് നിലപാടെടുത്തോടുകൂടി ദീപികയെ വല്ലാതെ അറ്റാക്ക് ചെയ്ത് ജയരാജനെ മാറ്റിവെച്ച് ദീപികനെ അറ്റാക്ക് ചെയ്ത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്താനുള്ളൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക മാനസിക നിലയിലേക്ക് മാറി ഇവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അനുകൂലിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ രാഷ്ട്രീയക്കാരും നമ്മുടെ പൊതുബോധവും ഒക്കെ മാറുകയോ മാറ്റപ്പെടുകയോ ചെയ്തൊരു അവസ്ഥയിലാണ് നമ്മൾ കേരളം ജീവിക്കുക. അതായത്
മാനസികമായിട്ടുള്ളൊരു ആരോഗ്യം നഷ്ടപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ സാമൂഹികമായ ഒരു ആരോഗ്യം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരള സമൂഹം ഇന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞു. ചില കാര്യങ്ങൾ പറയാം, ചില കാര്യങ്ങൾ പറയാതിരിക്കണം, ചിലർ ചില കാര്യങ്ങൾ പറഞ്ഞാൽ കുഴപ്പമില്ല എന്നൊക്കെ രീതിയിലുള്ള ഒരു വളരെ എന്താ പറയുക, ഒരു പ്രത്യേകമായ ഒരു മാനസിക നിലയിലേക്ക് നമ്മുടെ മലയാള സമൂഹം മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിന്റെ ആ ഒരു സമൂഹ മാറ്റത്തിന്റെ, സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഈ ഒരു ഭീകരതയുടെ ഒരു മുഖമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദീപിക അനുഭവിക്കപ്പെടുന്നതും CPM-ന്റെ ശക്തനായ നേതാവ് ജയരാജൻ തന്റെ വാക്കുകളിൽ നിന്ന് പിന്മാറേണ്ടതായി വന്ന സാഹചര്യവും ഈ നാളുകളിലെയൊക്കെ രാഷ്ട്രീയ വിവാദവും ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് പൊതുസമൂഹം അറിയാതിരിക്കണം എന്നുള്ളത് ചിലർക്കെങ്കിലുമൊക്കെ നിർബന്ധമുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഇത് ഇങ്ങനെ നടന്നാലേ ശരിയാകുള്ളൂ എന്നുകൂടിയുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചോളാം. ഇത് നമ്മുടെ തെരഞ്ഞെടുപ്പിന് മുമ്പ് എഴുതപ്പെട്ട പുസ്തകമായിരുന്നു എന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിനെ പേടിച്ച് പുസ്തകത്തെ കുറിച്ച് മിണ്ടിയില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ കാര്യം പുറത്തു വിടുമ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു വെച്ചത് വഴി മറ്റു ചില വിഭാഗങ്ങളുടെ പിന്തുണ നേടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന് കൂടെ ഞാൻ ഇതേക്കുറിച്ച് ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു സാമൂഹിക ആരോഗ്യത്തിന്റെ പ്രശ്നമായിട്ടാണ് ഞാൻ ഈ വിവാദങ്ങളെ ഞാൻ കാണുന്നത്. അപ്പോൾ ഫാദർ റോബിൻ, ദീപിക ദിനപത്രത്തിൽ വന്ന മുഖപ്രസംഗത്തിലെ ആ ഒരു ചോദ്യം തന്നെ അങ്ങയോട് ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ പി ജയരാജൻ കണ്ട ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എന്തുകൊണ്ടാണ് CPM-ഉം ഒപ്പം തന്നെ മതേതര പാർട്ടി എന്നൊക്കെ അവകാശപ്പെടുന്ന കോൺഗ്രസും കാണാതെ പോകും? നമുക്കറിയാം പി ജയരാജൻ കണ്ണൂരിൽ വളരെ ശക്തനായിട്ടുള്ള നേതാവാണ്. ഈ PJRB പോലുള്ള ഗ്രൂപ്പുകളെ കുറിച്ചൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. ഒരു നേതൃത്വ പൂജ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ നാം കണ്ടതാണ്. പിണറായി വിജയന് ശേഷം ഈ പി ജയരാജനെ വലിയ രീതിയിൽ ഒരു പുകഴ്ത്തിക്കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നാം കണ്ടതാണ്. ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നാണ്, അത് വെറും ലോക്കൽ നേതാവല്ല, ജില്ലാ നേതാവല്ല, സംസ്ഥാന നേതാവ്, CPM-ന്റെ പ്രമുഖനായിട്ടുള്ള നേതാവ്, ആ നേതാവ് കണ്ട ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട എന്തുകൊണ്ടാണ് CPM കാണാതെ പോകുന്നതോ കണ്ടിട്ടും കണ്ണടച്ചിരിക്കുകയാണോ ഫാദർ റോബിൻ? ജോർജ്, ഇത് കാണാതെ പോയതൊന്നുമല്ല, കൃത്യമായിട്ട് തന്നെ കാണുന്നുണ്ട്. അത് CPM-ഉം കാണുന്നുണ്ട്, CPI-യും കാണുന്നുണ്ട്, കോൺഗ്രസും കാണുന്നുണ്ട്, കേരള കോൺഗ്രസും കാണുന്നുണ്ട്, മുസ്ലിം ലീഗും കാണുന്നുണ്ട്, എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ കണ്ട കാര്യങ്ങൾ വിളിച്ചു പറയാൻ കഴിയുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഇപ്പോൾ കേരളത്തിലില്ല. അങ്ങനെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ആ വിളിച്ചു പറയുന്നവൻ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരവസ്ഥയുണ്ടാകും. ഈ കാര്യങ്ങൾ പാർട്ടി CPM-നെ കുറിച്ച് തന്നെ ആണെങ്കിൽ തന്നെ CPM ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, പബ്ലിക്കായിട്ട് ഇത് അംഗീകരിക്കപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ നിലനിൽക്കണ്ടേ, അല്ലെ അതിന്റെ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ അത് മുമ്പോട്ട് പ്രവർത്തിക്കണ്ടേ? അതിന് കഴിയാത്തൊരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തന്നെയല്ല, ഈ പി ജയരാജനെ കണ്ട കാര്യങ്ങൾ ഒരു ദിവസം നേരം വെളുത്തപ്പോൾ ജയരാജന് കിട്ടിയ വെളിപാടുകളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ഇത്ര ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പോലീസിൽ നിന്നും ഗവൺമെന്റ് സംവിധാനങ്ങളിൽ നിന്നും പാർട്ടി രേഖകളിൽ നിന്നും പാർട്ടി പഠനങ്ങളിൽ നിന്നൊക്കെ ആർജിച്ചെടുത്ത, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ ക്രോഡീകരിച്ചെടുത്ത ചില സത്യങ്ങൾ അദ്ദേഹം വിളിച്ചു പറയുന്നുവെന്നും മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആയതുകൊണ്ട് അത് പറയാൻ പറ്റി, മറ്റാർക്കും അത് പറയാൻ കഴിയാത്തൊരവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ ജോർജ് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഇതാണ്. ഇവരാരും ഇത് കാണാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ ഒന്നുമല്ല, മറിച്ച് പറയാനുള്ള ഒരു പേടിയുണ്ട്, ചില കാര്യങ്ങൾ ഉള്ളിലുണ്ട്. അത് വിളിച്ചു പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രത്യാഘാതം ഉണ്ടല്ലോ, അത് എങ്ങനെയാകുമെന്ന് അറിയത്തില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പേടിച്ചിരിക്കുന്നത് കൊണ്ട്, അതിലുള്ള ആർജവത്വമുള്ള നേതാക്കന്മാർ നമുക്കില്ലാതെ പോയതുകൊണ്ട് എല്ലാവരും കാണുന്ന കാര്യങ്ങൾ മിണ്ടാണ്ടിരിക്കുക. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായ കാര്യം. പക്ഷെ എന്താണെങ്കിലും ആശ്വാസകരമായ ഒരു കാര്യം, എങ്ങനെയെങ്കിലും ഈ ഒരു വസ്തുത പുറത്തു വന്നല്ലോ, ഇതൊരു ചർച്ചയായല്ലോ, വിവാദമായി എങ്കിൽ പോലും ഇങ്ങനെ ചില കാര്യങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെ കാണുകയും ചെയ്യുകയാണ്. ഓക്കെ, വളരെ വ്യക്തമാണ്. ശ്രീ ടി ദേവപ്രസാദ്, നമുക്കറിയാവുന്നതുപോലെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ഈ അടുത്ത കാലഘട്ടത്തിലെ അവരുടെ പ്രതികരണങ്ങളും ഒക്കെ നാം പരിശോധിക്കും, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളായിക്കോട്ടെ, മുഖ്യധാര മാധ്യമങ്ങളായിക്കോട്ടെ, ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുവാൻ അല്ലെങ്കിൽ അതിന്റെ ഗൂഢതന്ത്രങ്ങളെ തുറന്നു കാട്ടുവാൻ എന്തുകൊണ്ടാണ് അവർ ഇത്രത്തോളം ഭയപ്പെടുന്നത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ പോലീസ് മേധാവിമാർക്ക് അവരുടെ റിട്ടയർമെന്റ് ദിനം വരെ കാത്തിരിക്കേണ്ടി വന്നു. കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദം ശക്തമാണ്, ഈ സ്ലീപ്പർ സെല്ലുകൾ പോലുള്ള കാര്യങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്ന് തുറന്നു
പറയാൻ അവരുടെ റിട്ടയർമെന്റ് ദിനം വരെ കാത്തിരിക്കേണ്ടി വന്നു. ഒപ്പം തന്നെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ 2010 നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ കൃത്യമായിട്ട് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഗൂഢ അജണ്ടകൾ തുറന്നു കാണിക്കുകയുണ്ടായി. 2012 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം നിയമസഭയിൽ ഒരു കൃത്യമായ കണക്ക് സൂചിപ്പിക്കുകയുണ്ടായി. 2006 മുതൽ ഏകദേശം 2667 യുവതികൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ലവ് ജിഹാദൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം നിയമസഭയിൽ ആ ഒരു കാര്യം പറഞ്ഞത്. പക്ഷെ പിന്നീട് ഇങ്ങോട്ട് നാം ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുവാൻ, അല്ലെങ്കിൽ യാഥാർത്ഥ്യ ബോധത്തോടെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പ്രത്യേകിച്ച് ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് നടത്തുവാൻ എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഭയപ്പെടുന്നത്? മറുസൈഡിൽ ഭൂരിപക്ഷ തീവ്രവാദത്തിനെതിരെ വലിയ രീതിയിൽ ഘോരം പ്രസംഗിക്കുവാൻ ഒക്കെ ഇവർക്ക് വലിയ ധൈര്യമുണ്ട്, ആവേശമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ എത്തുമ്പോൾ ഈ പറയുന്ന പുലിക്കുട്ടികൾ എന്നൊക്കെ പറയുന്നവർ വെറും പൂച്ചക്കുട്ടികളായി മാറുന്ന ഒരു കാഴ്ച എന്തുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നു? ശ്രീ ടി ദേവപ്രസാദ്. മുസ്ലിം സമൂഹം വളരെ കോമ്പാക്റ്റായി, ഒറ്റക്കെട്ടായി അവരുടെ സമുദായ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന കാരണം. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമുദായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന മുന്നണികളെയും അവരുടെ സമുദായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വ്യക്തികളെയും സഹായിക്കാൻ മുന്നോട്ട് വരും. അവർക്ക് വോട്ട് കൊടുക്കും, അവർ ജയിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഫലത്തെ അങ്ങനെ സ്വാധീനിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവരെ എല്ലാം ഭയപ്പെടുത്തുന്ന പ്രധാന പ്രശ്നം. രണ്ടാമത്തെ കാരണം, കേരളത്തിലെ മുഖ്യ സമുദായമായ ഹിന്ദുക്കളും അതുപോലെ ഒരു പ്രമുഖ ന്യൂനപക്ഷമായ ക്രൈസ്തവരും സ്ഥിരമായി ഞങ്ങളുടെ കൂടെ നിന്നുകൊള്ളും എന്നുള്ള ഒരു ചിന്ത കോൺഗ്രസിനും ഒരു പരിധിവരെ മാർക്സിസ്റ്റ് പാർട്ടിക്കും ഉണ്ടായി എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. മുസ്ലിമുകളുടെ വോട്ട് എങ്ങനെ കിടക്കും? അതായത് 30% വരെ ആയിട്ടുണ്ട് മുസ്ലിമുകൾ എന്നാണ് പറയുന്നത് കേരളത്തിൽ. കൃത്യമായ കണക്കല്ല, എങ്കിലും ഒരു 20% അപ്പുറമായിട്ടുണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണയിക്കത്തക്ക ഒരു വലിയ സ്വാധീനമായി അത് വന്നിട്ടുണ്ട്. സമീപകാലത്ത് ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് വന്നത് നമ്മുടെ പഞ്ചായത്തുകളുടെ വാർഡ് വിഭജനം സംബന്ധിച്ചുള്ള കണക്കുകളാണ്. അവിടെ മലപ്പുറത്ത് തന്നെ ഉണ്ടായിരിക്കുന്ന ഏതാണ്ട് 70-80 വാർഡുകളാണ് കൂടുതൽ വന്നിരിക്കുന്നത്. ബാക്കിയുള്ളിടത്ത് എല്ലാം ഉണ്ടായിരിക്കുന്നിടത്തോളം ഏതാണ്ട് കൃത്യം കണക്കല്ല കേട്ടോ, നമ്മൾ അതിശയോക്തി വരും. അപ്പൊ പക്ഷെ ഉണ്ടായിരിക്കുന്ന ഒരു വർധന മനസ്സിലാക്കണം, ജനസംഖ്യ. പിന്നെ ഈ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, ഈ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച് അവർ സാമുദായികമായി മാത്രം ചിന്തിച്ച് കാര്യങ്ങൾ നടത്തും. നമ്മൾ കേരളത്തിന്റെ ഒരു കഴിഞ്ഞ നമുക്കറിയാവുന്ന ഒരു കാലഘട്ടം എടുത്ത് നോക്കിയാൽ മുസ്ലിം സമുദായം എന്തെല്ലാം കാര്യങ്ങൾ സർക്കാർ വഴി നേടിയിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഭരിച്ചാലും മുസ്ലിം ലീഗ് ഭരിച്ചില്ലെങ്കിലും അവരവരുടെ കാര്യങ്ങളെല്ലാം നേടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് സച്ചാർ കമ്മിറ്റിയെ നിയോഗിച്ച് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി. അതിന്റെ പുറമെ കേരളത്തിൽ 2009-10 തോന്നുന്നു പാലോളി മുഹമ്മദ് കമ്മിറ്റി എന്നും പറഞ്ഞൊരു കമ്മിറ്റിയും കൂടെ വെച്ചിട്ട് രണ്ടും കൂടെ കൂട്ടി അത് അങ്ങോട്ട് കൊടുത്തു. അവർക്ക് ഒത്തിരി ആനുകൂല്യങ്ങൾ കൊടുത്തു. ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ 80-20 കണക്കിൽ പോയതെല്ലാം നമ്മൾ ഒത്തിരി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് ഭയമില്ല. കാരണം അവർക്ക് കൂടുതൽ കൊടുത്താൽ അതുകൊണ്ട് പ്രയോജനമുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് രാഷ്ട്രീയ നേതൃത്വത്തിന് വന്നിട്ടുണ്ട്. മാത്രമല്ല, മറ്റുള്ളവരെ അവഗണിച്ചാൽ ഇത് കൊണ്ട് കുഴപ്പമില്ല എന്നൊരു ചിന്തയും അവർക്ക് വന്നിട്ടുണ്ട്. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെറിയ മാറ്റം ഇടതുപക്ഷവും മനസ്സിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് ഇപ്പോഴും അത് മനസ്സിലാക്കിയ സൂചനയില്ല. കാരണം 2024 തെരഞ്ഞെടുപ്പിന് ശേഷം CPI ആണ് ആദ്യമായിട്ട് പരസ്യമായി പറഞ്ഞത് ഈഴവ സമുദായം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് അകന്നു വന്നു. ആദ്യം പറഞ്ഞ ബിനോയ് വിശ്വമാണ്. തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ ബിനോയ് വിശ്വ അത് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പോയത് എന്നുള്ളതിനെ കുറിച്ച് ശരിക്കുമുള്ള ഉത്തരം അവരുടെ സമുദായ നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ട് ഈഴവ സമുദായം പോയി എന്നൊരു തെറ്റിദ്ധാരണയൊന്നും എനിക്കില്ല. പക്ഷെ ഈഴവ സമുദായം മനസ്സിലാക്കി ഈ മുസ്ലിം പ്രീണനം കൊണ്ട് മുസ്ലിങ്ങളെ അവരുടെ ഒരു അല്ലെങ്കിൽ ഈഴവ സമുദായത്തിന്റെ ഒരു ചങ്കായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അവരെ നോക്കുന്നു, അവരുടെ കാര്യങ്ങൾ താല്പര്യം. ആദ്യമായി കേരളത്തിൽ ഒരു ശ്രീനാരായണ സർവകലാശാല ഉണ്ടാക്കിയപ്പോൾ അതിന്റെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചത് ഒരു മുസ്ലിമിനെയാണ്, KT ജലീൽ. അത് പക്ഷെ മുസ്ലിം അല്ലാതെ വേറെ പണ്ഡിതന്മാരില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല, പക്ഷെ എങ്കിലും കുറവൊന്നും കാണിയില്ല. പക്ഷെ ഇതുപോലെ യോഗ്യതയുള്ള ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളോ കേരളത്തിൽ ഇല്ലാത്തിട്ടാണോ ഇങ്ങനെ അദ്ദേഹത്തെ അങ്ങനെ ചെയ്യുന്ന? ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ജയരാജൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച, ജയരാജൻ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച്, അതിന് TV എഴുതിയ മുഖപ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ച, വാസ്തവത്തിൽ ചാനലിൽ ഇരുന്ന് ചർച്ച ചെയ്യാൻ വരുന്ന
പെയ്ഡ് ആയിട്ടുള്ള കുറെ ആൾക്കാർ. അവര് മുന്തിയ വിദേശ യാത്രയ്ക്കുള്ള ടിക്കറ്റുകളും മുന്തിയ ഈന്തപ്പഴവും ഒക്കെ കിട്ടുന്നവരാണ്. അങ്ങനെ കിട്ടാത്ത ഒരു ജനമാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത്. അവര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിന് കൃത്യമായ ഒരു സൂചന കൊടുത്തു. 2024 തെരഞ്ഞെടുപ്പിൽ നല്ലൊരു സൂചന കൊടുത്തു. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് ജയരാജന്റെ ഈ പുസ്തകം വരുന്നതെന്നാണ് എം കാരശ്ശേരി മാസ്റ്റർ ഒരു ചർച്ച പറയുന്നത് കേട്ടു. ഞാൻ അതിനു മുമ്പ് അഭിപ്രായക്കാരനാണ്. കാരണം ഈ പുസ്തകത്തിന്റെ കൂടെ ഒരു പുസ്തകമല്ല, വേറൊരു പുസ്തകം കൂടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. കേരളം ഗുരുവിനെ മറന്ന കേരളം. ഗുരുവിനെ മറന്ന കേരളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാമല്ലോ എന്താ പറയാൻ പോകുന്നത്. ഈഴവർക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ഒരു പുസ്തകമാണ്. പക്ഷെ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ വലിയ ചർച്ചയൊന്നും ആയില്ലാത്തത് കൊണ്ട് ജയരാജൻ ഓണത്തിന്റെ അന്ന് വളരെ മനോഹരമായി ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് ജയരാജൻ പറഞ്ഞത്, ജയരാജന്റെ കണ്ടുപിടുത്താൽ അച്ഛൻ പറഞ്ഞ പോലെ 2010 നമ്മുടെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പറഞ്ഞതാ കേരളത്തില് പോപ്പുലർ ഫണ്ട് കേരളത്തിൽ ഒരു മുസ്ലിം രാഷ്ട്രം നിർമ്മിക്കുന്നു എന്നുള്ളത്. ഞാൻ ഒരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ അത് ചോദിക്കാനിരുന്ന ഒരു ചോദ്യമാണ്. അന്ന് VS-ന് എങ്ങനെയാണ് ഇത്രത്തോളം ഒരു ധൈര്യം കിട്ടിയത്? എനിക്ക് തോന്നുന്നു ഡൽഹിയിൽ വെച്ചാൽ മാധ്യമങ്ങളെ നമ്മൾ ആ VS-ന്റെ ഒക്കെ ഒരു രാഷ്ട്രീയ ലൈനിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതായത് ഈ ഷാബാന കേസ് മുതൽ, അതായത് 1987 എൻ്റെ ഓർമ്മ. അന്ന് ഷാബാനു കേസിൽ കോൺഗ്രസ് മുസ്ലിം വ്യക്തി നിയമം, ശരീഅത്ത് വ്യക്തി നിയമം അവർക്ക് പാസ്സാക്കിക്കൊണ്ടുള്ള നിയമം പാസ്സാക്കിയപ്പോൾ അതിനെ സാക്ഷാൽ EMS നമ്പൂതിരിപ്പാടാണ് ഏറ്റവും ശക്തമായിട്ട് എതിർത്തത്. EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു, ഭൂരിപക്ഷ വർഗീയതയെ നേരിടാൻ ന്യൂനപക്ഷ വർഗീയതയെ താലോലിച്ചുകൊണ്ട് സാധിക്കില്ല, വേണ്ടത് ഒരു സാമൂഹ്യ നിയമമാണ്. ആദ്യമായിട്ട് ഒരു കോമൺ സിവിൽ കോഡിനെ കുറിച്ചൊക്കെ പറഞ്ഞ EMS ആണ്. അപ്പം അന്നൊന്നും കോൺഗ്രസിന് ഇത് കോൺഗ്രസ് മനസ്സിലാകുന്നില്ല. നമുക്ക് കോൺഗ്രസ് ചെയ്തു വെച്ചിരിക്കുന്ന മഹാപാപങ്ങളുടെ ലിസ്റ്റുകൾ, ഇപ്പോൾ ഈ വഖഫ് നിയമത്തെ കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോഴൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നത്. വഖഫ് നിയമത്തിൽ എന്തെല്ലാം മുസ്ലിം പ്രീണനമാണ് കോൺഗ്രസ് കാണിച്ചു വെച്ചിരിക്കുന്നത്. അതുപോലെ കോൺഗ്രസിന്റെ അന്ന് EMS ഈ ഒരു നിലപാടെടുത്തു. പിന്നെ ഇതിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അധികാരം പിടിക്കണമെങ്കിൽ മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പിന്തുണ വേണം എന്നുള്ള ഒരു ബോധ്യം വന്ന് ME രാഘവനെ പോലിന്റെ നേതൃത്വത്തിൽ എറണാകുളത്തെ പാർട്ടി കോൺഗ്രസ് ബദൽ രേഖ വന്നതൊക്കെ ഓർക്കുന്നുണ്ടാവും. ആ ബദൽ രേഖയെ തുടർന്ന് ME രാഘവന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്തു. അതിനെല്ലാം നേതൃത്വം കൊടുത്ത VS ആണ്. VS-ന് അന്ന് മുതൽ ഈ ഒരു മുസ്ലിം, അതായത് VS ഒക്കെ ഒരു പക്കാ കമ്മ്യൂണിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ആദർശങ്ങളോടൊന്നും നമുക്ക് പലപ്പോഴും വിയോജിപ്പുണ്ടെങ്കിലും ഈ ഒരു മതേതരത്വത്തിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ ചില അടിസ്ഥാന പ്രമാണങ്ങളുടെ കാര്യത്തിൽ, അതായത് അടിസ്ഥാന വർഗങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്, മതങ്ങൾക്ക് വേണ്ടിയല്ല എന്നുള്ള കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്നും ഇങ്ങനത്തെ ഈ ഒരു നിലപാടുകാരനായിരുന്നു. അപ്പൊ അദ്ദേഹം മലപ്പുറത്ത് നടക്കുന്ന ഓരോ മാറ്റങ്ങളെക്കുറിച്ചും അദ്ദേഹം വളരെ ജാഗ്രതയോടെ സൂക്ഷിക്കുകയും, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളെക്കുറിച്ചും ജാഗ്രതയോടെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ചിലത് മണ്ടത്തരങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ പരീക്ഷയ്ക്ക് ജയിക്കുന്ന കള്ളത്തരം കാണിച്ചെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇതെല്ലാം ഇദ്ദേഹത്തിന് ശത്രുതയല്ല. ഒരു സമുദായത്തിന് മറ്റൊരു സമുദായത്തിന് കിട്ടുന്നത് കവർന്നെടുത്തുകൊണ്ട് പോകുന്ന ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടാകരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനുശേഷം ഇങ്ങോട്ട് വന്നപ്പോൾ അന്ന് ME രാഘവന്റെ ശിഷ്യനായിരുന്ന പിണറായി വിജയൻ, കണ്ണൂർ ബലോബി നിങ്ങൾക്കറിയാം. ഈ ശിഷ്യനായിരുന്ന പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ സജീവമാണെങ്കിൽ, അദ്ദേഹത്തിന് അധികാരം കിട്ടണമെങ്കിൽ ഈ മുസ്ലിം പിന്തുണ വേണം എന്നുള്ളത് കാര്യം. അന്ന് രാഘവനെ തള്ളിപ്പറയാൻ, രാഘവനെ പുറത്താക്കുകയൊക്കെ ചെയ്തെങ്കിൽ അത് പുള്ളിയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ആവശ്യമായിരുന്നു പിണറായിയുടെ. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഭരണം കിട്ടണം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകണം എന്നതേ ആഗ്രഹിച്ചു. പക്ഷെ ഇതില്ലാതെ വാസ്തവത്തിൽ കോൺഗ്രസ് ഈ മുസ്ലിം പ്രീണന നിയമം ഉണ്ടാക്കിയതിന്റെ പശ്ചാത്തലത്തില് ഹൈന്ദവ വോട്ടുകളുടെ ഒരു ഏകീകരണത്തിലൂടെ 1996 പിന്നീട് 2006 പിന്നീട് 2016 ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ടുണ്ട്, ഈ മുസ്ലിമിന്റെ വലിയ പിന്തുണ ഇല്ലാതെ. പക്ഷെ പിണറായി വന്നതോടെ ഈ മുസ്ലിം പ്രകടനത്തിന് ഭയങ്കരമായിട്ട് ശ്രമിക്കാൻ തുടങ്ങി. ഓർക്കുന്നുണ്ടാവും 2009 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പൊന്നാനി സീറ്റ് മദനിയുടെ ഒരു ഡോക്ടർ ഹുസൈൻ കണ്ടത്താണിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് CPI-യുടെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചു. അത് വലിയ ബഹളമായി. അന്നൊക്കെ ഞാൻ സജീവമായി പത്രപ്രവർത്തനത്തിലുള്ള കാലമാണ്. അന്ന് നമ്മുടെ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി വെളിയം ഭാർഗവൻ CPI-യുടെ ആസ്ഥാന മന്ദിരത്തിൽ പൊട്ടിത്തെറിക്കാന്ന്, വിജയൻ എന്താ കരുതിയിരിക്കുന്നത്, അയാളെ ഞങ്ങൾ ആദ്യം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവസാനം വിജയം പിടിച്ചെടുത്ത് കെട്ടി ഹുസൈൻ കണ്ടത്താണിക്ക് പൊന്നാനി സീറ്റ് കൊടുത്തു. അത് തോറ്റുപോയി എന്നുള്ള കാര്യം. അത് മാത്രമല്ല, കൊല്ലം അതിനു മുമ്പിലത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2004 പാർലമെന്റ് തെരഞ്ഞെടുപ്പെന്ന് എനിക്ക് തോന്നുന്നത്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അഭൂതപൂർവമായ ഒരു വിജയം നേടിയ CPM അല്ലെങ്കിൽ ഇടതുമുന്നണി
വളരെ ദയനീയമായി പരാജയപ്പെട്ടു ആ തെരഞ്ഞെടുപ്പിൽ. പക്ഷെ അതിനുശേഷം ഞാൻ നോക്കിയിരിക്കുന്ന ഒരു സംഭവം, മുസ്ലിം സമൂഹങ്ങളെ അല്ലെങ്കിൽ വ്യക്തികളെ പ്രീണിപ്പിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കാന്തപുരം മുസ്ലിയാരും ഒക്കെ ആയിട്ട് ഡയറക്റ്റ് ടെലിഫോൺ ലൈന്, അതൊക്കെ എല്ലാവരും പത്രത്തിൽ വായിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന, അല്ലാതെ ഇതിപ്പോ ഞാൻ പറയുന്നതുകൊണ്ടുള്ള സംഭവങ്ങൾ, ഞാൻ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടതും നിരീക്ഷിച്ചത് ഞാൻ ഇവിടെ പറയുന്നതാണ്. ഒരു കാര്യം ഞാൻ ചോദിക്കാതിരിക്കുന്നു, ഈ VS ഒതുക്കപ്പെട്ടു, നമുക്കറിയാം പ്രായത്തിന്റെ പ്രശ്നം ഉണ്ടെന്ന് നമുക്കറിയാം. പ്രായത്തിന്റെ മാത്രമൊന്നുമല്ല, ഈ ഒരു പ്രശ്നം അതിനകത്ത് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് അത് മാത്രമല്ല, ഇപ്പം ആലപ്പുഴത്തെ പിന്നെ ആലപ്പുഴത്തെ ജി സുധാകരൻ അദ്ദേഹത്തെ ഒതുക്കപ്പെട്ട കാലത്താണ് പറഞ്ഞ പകല് പിന്നെ CPM രാത്രി SDPI ആയിരിക്കുന്നവർക്ക് മാർക്സിസ്റ്റ് പാർട്ടി സീറ്റ് കിട്ടിയിരിക്കുന്നത്. അതിന്റെയൊക്കെ ഒരു സ്വാധീനം മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ട്. പലരും മാർക്സിസ്റ്റ് പാർട്ടി പിടിച്ചെടുക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അവർ പകല് SDPIയും പകല് CPM രാത്രി SDPI. ഇത് എന്റെ പ്രയോഗമല്ല, ജി സുധാകരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പ്രയോഗമാണ്. അങ്ങനെ അദ്ദേഹം ചിലരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ ഒരു പിന്നെ ഒരു വലിയ ഒരു കീഴടക്കൽ തന്ത്രം, അല്ലെങ്കിൽ ഒരു അധിനിവേശ തന്ത്രം ഇവർ ഉപയോഗിക്കുന്നു. ഈ അധിനിവേശ തന്ത്രത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഇപ്പം ആഗോളതലത്തിൽ നമുക്കറിയാം, ഈ കുടിയേറ്റം ഒരു അധിനിവേശ തന്ത്രമായിട്ട് മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നറിയാം. അതിനെ തടയാൻ വേണ്ടി പൗരത്വ ബില്ല് വന്നപ്പം പൗരത്വ ബില്ലിനെ ഈ ദീപിക മുഖപ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ ഇസ്ലാമോഫോബിയ എന്നുള്ള ഒരൊറ്റ വാക്ക് ഉപയോഗിച്ച് അതിന്റെ മറയില് ഒന്നും പറയാൻ മേലാത്ത ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. എന്ത് പറഞ്ഞാൽ ഇസ്ലാമോഫോബിയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കും, വഖഫ് നിയമങ്ങൾ തെറ്റാന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയാണോ? ഈ പൗരത്വം നിയമം അധിനിവേശത്തിന് മുസ്ലിം തീവ്രവാദികൾ കുടിയേറ്റത്തെ ഉപയോഗിക്കുന്ന പറയുന്ന ഒരു ഇസ്ലാമോഫോബിയാണോ? ദീപ വളരെ കൃത്യമായി, അല്ലെ ഓരോ വാക്ക് പോലും വളരെ കൃത്യമായിട്ടാണ് ദീപ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുവന്ന് പിണറായിക്ക് അതിനുശേഷം പിണറായി ഇതിൽ തീവ്രവാദ കേസുകളൊക്കെ ആലോചിച്ചു. ഇന്നിപ്പം പിന്നെ ഈ പി ജയരാജനും തമ്മിലുള്ള വഴക്കിന്റെയും കൂടെ ഒരു ഭാഗമായിട്ടായിരിക്കും പുസ്തകത്തിന്റെ വന്നെന്ന് കരുതാം കേട്ടോ. കാരണം പി ജയരാജൻ ഇപ്പോൾ പുസ്തകം എഴുതാൻ പോകുന്നു എന്നൊരു പറഞ്ഞപ്പോഴത്തേക്ക് അതിനു മുമ്പ് 2 പുസ്തകം പുള്ളി അങ്ങ് പ്രസിദ്ധീകരിക്കുന്നു. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റുവലായിട്ടൊരു സാഹചര്യം നമുക്ക് പറയാം. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഇന്ന് കേരളത്തിലെ സാധാരണക്കാർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം, ചർച്ചയിലൊന്നും വന്നിരുന്ന് പറയാനൊന്നും അവർക്ക് ആളില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അവസരമില്ല. പക്ഷേ ഓർക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം വലിയ തിരിഞ്ഞു മറിയാൻ പോവുകയാണ്. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാവും. ഒരു സംഭവം കൂടെ ഞാൻ ഓർമ്മിപ്പിച്ച് നിർത്താം. 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് 2020 കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് അതിന് മുമ്പ് നടന്ന 2019 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 19 സീറ്റ് മേടിച്ച് ജയിച്ചതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാടെ പരാജയപ്പെട്ടു. മാണി ഗ്രൂപ്പ് അപ്പുറത്തോട്ട് പോയതുകൊണ്ട് മാത്രമല്ല അത് സംഭവിച്ചത്. മാണി ഗ്രൂപ്പ് അപ്പുറത്തോട്ട് പോയതുകൊണ്ടല്ല, പിന്നെ എന്താ, കുഞ്ഞാലിക്കുട്ടി ലീഗും ഇതിനകത്ത്, കുഞ്ഞാലിക്കുട്ടി അന്ന് കേന്ദ്രത്തിൽ നിന്ന് രാജിവെച്ച് ഇവിടെ കേരളത്തിലെ നേതൃത്വം ഏറ്റെടുക്കാൻ വരുന്നു, കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നൊക്കെയുള്ള ഒരു ഭീഷണി കൊണ്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ, അതുപോലെ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പൈങ്ങോട്ടൂർ സ്കൂളിൽ നടന്ന സംഭവം, കോതമംഗലം കോളേജിൽ നടന്ന സംഭവം, ഇതൊക്കെ ഇസ്ലാമോഫോബിയാണോ? ഇത് ഇങ്ങനെ സംഭവം നടന്നെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന ഒരു ഇസ്ലാമോഫോബിയോ? ദീപിക വളരെ ദീപിക പറഞ്ഞിരിക്കുന്ന ഒരു വാക്കിന്റെ പുറകിൽ എഴുതി വെച്ചിരിക്കുന്ന, ഒളിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ദീപിക പോലും തുറന്നു പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായുള്ളൂ. ദീപിക ഇത് ഒരുപക്ഷെ ആദ്യ ഒരു കാലത്തൊക്കെ മതേതരത്വത്തിന് വേണ്ടി നമ്മുടെ സഭയ്ക്ക് വല്ലാത്തൊരു അങ്ങനെ ഒരു ഫീൽ ഉണ്ട്. മതേതരം നമ്മൾ കാരണം പോരുന്നത് അങ്ങനെ സൂക്ഷിച്ചിട്ടാണ് ഈ എല്ലാത്തിനും തലേ കയറി ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യം, അതായത് ഒരു അജ്ഞാത ഭീതി, ഇവർ ആക്രമിക്കും. ഇങ്ങനെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആൾക്കാർ ആക്രമിക്കും. അത് ജോൺസൺ അറിയാവുന്ന രീതിയിൽ ദീപിയിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അധികം പേര് പുറത്തുവിട്ടിട്ടുള്ള കാര്യങ്ങളല്ല. കണ്ണൂർ ഓഫീസിൽ ആക്രമണം നടന്നിട്ടുണ്ട്, പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചൊരു ഒരു വാർത്ത കൊടുത്തത്. പക്ഷെ അതൊക്കെ വളരെ അങ്ങ് ഒതുക്കി തീർത്തു. അത് അന്നത്തെ ഒരു അന്തരീക്ഷം അതാണ്. പക്ഷെ ഇത്തരം സംഭവങ്ങൾ എല്ലാ പത്രക്കാർക്കും അറിയാം. ഇതൊന്നും അറിഞ്ഞിട്ടും ഇതൊന്നും ഇല്ലാത്തതും, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ കാര്യങ്ങളൊന്നും പുറത്തു പറയാത്തതും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഭയന്നിട്ടാണ്. പിന്നെ വേറെ എന്താണെന്ന് ചോദിച്ചാൽ ഈ ബാക്കിയുള്ളവർക്കൊന്നും ഈ സംരക്ഷണം കൊടുക്കാനോ അങ്ങനെയുള്ള ഏർപ്പാടുകളോ ഒന്നുമില്ല. പക്ഷെ BJP കുറച്ചുകൂടെ ശക്തമായി വരുന്നത് കൊണ്ട് ഇനിയിപ്പം കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ മാറും. അതിനൊന്നും സംശയമില്ല. ഞാൻ BJPക്ക് വേണ്ടി പറയോ, ഞാനൊരു സാമൂഹിക അന്തരീക്ഷത്തെ വിലയിരുത്തി പറയാണ്. വ്യക്തമാണ്. ഞാൻ തിരിച്ചു ശ്രീ ടി. പ്രസാദ്. ശ്രീ ജോൺസൺ, ആദ്യമേ അങ്ങേ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു മുഖപ്രസംഗത്തിലൂടെ കേരളം ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന വളരെ വലിയൊരു ഭീഷണിയെ തുറന്ന് കാട്ടിയതിന് അങ്ങേ അഭിനന്ദിക്കുന്നു. എൻ്റെ ഒരു ചോദ്യം ഇതാണ്.
പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്ന് കാട്ടുമ്പോൾ ഈ വിമർശിക്കുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഈ ഭൂരിപക്ഷ വർഗീയത നിങ്ങൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ RSSന്റെ ഒരു ചട്ടകമായിട്ട് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ സംഘികളാണ് എന്ന തരത്തിൽ. നമുക്കറിയാം ദീപികയുടെ ഈ കഴിഞ്ഞ കാലങ്ങളിലെ മുഖപ്രസംഗം ഒക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ടും സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായിട്ടുള്ള മുഖപ്രസംഗങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും കാണിക്കാത്ത, അല്ലെങ്കിൽ അന്നൊന്നും ഇവർ കാണിക്കാത്ത ഒരു ആക്രമണങ്ങൾ അല്ലെങ്കിൽ വിമർശന ശരങ്ങളാണ് ഇത്തരത്തിലുള്ള ഈ മുഖപ്രസംഗങ്ങൾ വരുമ്പോൾ ദീപികയ്ക്കെതിരെ മാത്രമല്ല അത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന മാധ്യമങ്ങൾക്കെതിരെയും വ്യക്തികൾക്കെതിരെയും ഉയരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് നമ്മുടെ മാധ്യമ മേഖലയിൽ സംഭവിച്ച ഒരു അപജയം തന്നെയല്ലേ ശ്രീ ജോൺസൺ? ജോർജ് ആദ്യം പറഞ്ഞ അഭിനന്ദനം എനിക്കുള്ളതല്ല ദീപികയ്ക്കുള്ളതാണെന്ന് പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. ഈ ദീപികയുടെ എന്നത്തെയും കൃത്യമായ നിലപാട് എല്ലാ തരത്തിലുള്ള തീവ്രവാദത്തെയും വർഗീയതയും എതിർക്കുക എന്നുള്ളതാണ്. അത് ഇസ്ലാമിക തീവ്രവാദത്തെ മാത്രമല്ല, ഹൈന്ദവ തീവ്രവാദമായാലും ഇനി ക്രിസ്ത്യൻ സമൂഹം തീവ്രവാദത്തിലേക്ക് പോയാലും അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന നിലപാടാണ് ദീപിക സ്വീകരിച്ചിട്ടുള്ളത്. കാരണം ജനാധിപത്യത്തിലും അതുപോലെ തന്നെ ഈ ദൈവത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കും ഏതൊരു വർഗീയതയും അതിനോട് പ്രണയം പുലർത്തുവാനോ അതിനെ സ്വീകരിക്കുവാനോ അതിനെ ഉൾക്കൊള്ളുവാനോ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാത്തരം വർഗീയതകളും പൂർണ്ണമായിട്ടും എതിർക്കപ്പെടേണ്ടതാണ്. ദീപിക ആ ദൗത്യം കൃത്യമായിട്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിർവഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്കുള്ള ബോധ്യം. അതുകൊണ്ടാണ് ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ ഹൈന്ദവ പക്ഷത്ത് നിന്നുള്ള തീവ്രവാദത്തെ എതിർത്തിട്ടുള്ളത് കൊണ്ടും ആ ചരിത്രമുള്ളത് കൊണ്ടുമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പ്രശ്നങ്ങൾ വരുമ്പോഴും ദീപിക ശക്തമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുള്ളത്. ദീപിക അല്ലാതെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഇപ്പൊ ഇത്തരം വിഷയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ എന്നുള്ളതും വളരെ സംശയകരമാണ്. അതുകൊണ്ട് തന്നെ ദീപികയ്ക്കെതിരെ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ പറയുന്നവരെല്ലാം സംഘപരിവാറുമായിട്ട് ബന്ധമുള്ളവരാണെന്നും സംഘപരിവാറിന്റെ ആശയങ്ങൾക്ക് പിന്തുണ നൽകുന്നവരാണെന്നും സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു ധാരണയിലാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ സംസാരിക്കുമ്പോൾ ഉടനെ അത് സംഘപരിവാർ ആശയത്തെ പിന്തുണയ്ക്കുന്ന സമീപനമാണെന്ന് ആരോപിക്കുന്നത്. എന്നാൽ എനിക്ക് തോന്നുന്നത് ഈ ജനാധിപത്യത്തിലും ദൈവത്തിലും വിശ്വസിക്കുന്ന ഓരോ വ്യക്തിയും, അത് ഇസ്ലാം മതത്തിലുള്ളവരാണെങ്കിൽ പോലും പൊളിറ്റിക്കൽ ഇസ്ലാമിക മതരാഷ്ട്രവാദത്തെ, അത് ഏത് മതത്തിന്റെ ആയാലും മതരാഷ്ട്രവാദത്തെ എതിർക്കുക തന്നെ വേണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ നമ്മൾ അഫ്ഗാനിസ്ഥാനിലെ ചില കാഴ്ചകൾ നമ്മളിപ്പോ കാണുന്നുണ്ട്. എന്താണ്? നമ്മുടെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മതരാഷ്ട്രവാദത്തിന്റെ കീഴിലായ ഒരു രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുർഗതികള് ഓരോ ദിവസവും മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് അവിടെ ഇറങ്ങിയ ഒരു ഉത്തരവെന്ന് പറഞ്ഞ സ്ത്രീകൾ പൊതുസ്ഥലങ്ങളിൽ ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല, പുരുഷന്റെ ശബ്ദത്തിന് മീതെ അവളുടെ ശബ്ദം ഉയരാൻ പാടില്ല, അവളുടെ ശബ്ദം അവളുടെ ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും കാതുകളിൽ മാത്രം, അതിനപ്പുറത്തേക്ക് അവരുടെ സ്വരം പുറത്തേക്ക് കേൾക്കുവാൻ പാടില്ല. അതുപോലെ പുറത്തിറങ്ങുമ്പോൾ മുഖം ഉൾപ്പെടെ ശരീരം മുഴുവൻ വസ്ത്രം ധരിക്കണം, അതുപോലെ ജോലി ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള നിരവധി നിബന്ധനകൾ ഒരു ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന കാഴ്ചയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, താലിബാൻ അവിടെ ഭരണം പിടിച്ച സമയത്ത് വിമാനത്തിന്റെ ചിറകുകളിൽ അങ്ങനെയെങ്കിലും കയറിയിരുന്ന അയൽ രാജ്യത്തേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിലേക്കോ രക്ഷപ്പെടാൻ ശ്രമിച്ചവരാരും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മാത്രമാണെന്ന് നമ്മൾ ആരും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആണെന്ന് കരുതുന്നില്ല. അത് അവിടുത്തെ മുസ്ലിം വിശ്വാസികൾ, ഇസ്ലാം മത വിശ്വാസികൾ തന്നെയാണ്. കാരണം അവർ പോലും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭീകരമായ നയങ്ങളെയും അതിന്റെ കിരാത ഭരണത്തെയും ഒക്കെ പേടിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് ഏതൊരു മനുഷ്യ സ്നേഹിയും ഏതൊരു മതരാഷ്ട്രവാദത്തെയും കൃത്യമായിട്ട് എതിർക്കേണ്ടതുണ്ട്. ആ ദൗത്യം മാത്രമേ ദീപികയിൽ ഇവിടെ നിർവഹിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് പറയാനുള്ളത്. ഒപ്പം ശ്രീ ജോൺസൺ, ഞാൻ ഈ മാധ്യമങ്ങളുടെ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ ഒരു മതേതര രാജ്യത്തിന്റെ ഒരു ഭാവിയെ കെടുത്തുന്ന എല്ലാവിധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയും ശക്തമായിട്ടുള്ള ഒരു വിമർശനം ഉന്നയിക്കണം, അതിന്റെ അജണ്ടകളെ തുറന്നു കാണിക്കണം. അതാണ് ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ശൈലി. പക്ഷെ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ കേരളത്തിന്റെ ഒരു മാധ്യമ ലോകത്തെ എടുത്ത് പരിശോധിക്കുമ്പോൾ വിമർശനങ്ങൾ ഒരു പക്ഷത്തേക്ക് മാത്രം, എന്നാൽ ചിലരുടെ അജണ്ടകൾ തുറന്നു കാണിക്കുമ്പോൾ അതിനെതിരെ കണ്ണടയ്ക്കുന്നു, അല്ലെങ്കിൽ അത് തുറന്നു കാണിക്കുന്നവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നു, അല്ലെങ്കിൽ അത് അങ്ങനെ ഒന്നില്ല എന്ന് വെളുപ്പിച്ചെടുക്കാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ പല മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്നു.
എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള വളരെ പ്രൗഢഗംഭീരമായ ഒരു പാരമ്പര്യമുള്ള കേരളത്തിന്റെ മാധ്യമ മേഖല എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു അപജയം സംഭവിക്കുക? ഇന്നലെ പോലും നമ്മൾ അത് കണ്ടു. പല ചാനലുകളും ദീപികയെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചുകൊണ്ട് പല ചാനൽ ചർച്ചകളും സംഘടിപ്പിക്കുകയുണ്ടായി. ഈ ദീപികയുടെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, ഒരു പൊതുവായിട്ടുള്ളൊരു ഒരു ഒരു ട്രെൻഡ് അങ്ങയുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചതാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? രാഷ്ട്രീയത്തിലായാലും മാധ്യമ രംഗത്തായാലും ഒരു പ്രീണനത്തിന്റെ തന്ത്രം പയറ്റുക എന്നുള്ളതാണ് ഇപ്പൊ പൊതുവെ കാണുന്ന ഒരു രീതി. ഏതെങ്കിലുമൊക്കെ സമുദായത്തെയും അല്ലെങ്കിൽ മതവിഭാഗങ്ങളെയും ഏതെങ്കിലുമൊക്കെ രീതിയിൽ സൂചിപ്പിച്ചുകൊണ്ടും അവർക്ക് അർഹതപ്പെട്ടതും അനർഹതവുമായ കാര്യങ്ങളും ഔദാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്തുകൊണ്ടും എങ്ങനെയാലും അവരുടെ പിന്തുണയും അല്ലെങ്കിൽ പിന്തുണ നേടിയില്ലെങ്കിൽ അവരുടെ എതിർപ്പിനെ ക്ഷണിച്ചു വരുത്താതിരിക്കുക എന്നുള്ള തന്ത്രമാണ് രാഷ്ട്രീയ കക്ഷികൾ കുറെ കാലമായിട്ട് വ്യാപകമായിട്ട് പുലർത്തി വരുന്നത്. അതിന്റെ പരിണിത ഫലമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ വഖഫ് പോലെയുള്ള നിയമങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിന്റെ ഒരു പരിണിത ഫലമാണ്. ഇതേ സമീപനം തന്നെയാണ് മാധ്യമങ്ങളും പലപ്പോഴും പുലർത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പം മുസ്ലിം സമുദായത്തിന്റെ ജനസംഖ്യ വർദ്ധിച്ചു വരുന്നു. TV കാണുന്നവരും പത്രം വായിക്കുന്നവരിലൊക്കെ ഗണ്യമായ വിഭാഗം അവരായിട്ട് വളർന്നു വരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരെ പിണക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ച് വിമർശിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ സർക്കുലേഷനെയോ അല്ലെങ്കിൽ പരസ്യ വരുമാനത്തെയോ, ഇപ്പം മുസ്ലിം സമുദായത്തിലെ ഒരു വ്യവസായിക രംഗത്തും കച്ചവട വ്യാപാര രംഗത്തും ഒക്കെ അവർ മുൻനിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അവർക്ക് ഹിതകരമല്ലാത്ത എന്തെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ഹിതകരമെന്ന അല്ലെന്ന് നമ്മൾ വിലയിരുത്തുന്ന ഏതെങ്കിലും കാര്യം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ പരസ്യ വരുമാനത്തെ അത് ബാധിക്കുമോ, ഞങ്ങളുടെ ബിസിനസ്സിനെ അത് ബാധിക്കുമോ, ഞങ്ങളുടെ കാഴ്ചക്കാരുടെ എണ്ണത്തെ അത് കുറയ്ക്കുമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ വായനക്കാരെ നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ള രീതിയിൽ നിന്നാണ് ഇങ്ങനെയുള്ള സമീപനങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ളതാണ് സംശയം. പക്ഷേ അതൊന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കണം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇസ്ലാം മത വിശ്വാസികൾ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നതിനെ അത്ര അങ്ങോട്ട് പൂർണ്ണമായിട്ട് അവർ സ്വീകരിക്കുന്നില്ല. ഞാൻ ശരീഅത്ത് നിയമം ഇവിടെ നടപ്പാക്കണമെന്ന് പറഞ്ഞ ഏതെങ്കിലും കുറച്ചുപേര് പിന്തുണയ്ക്കുമെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ഇസ്ലാം മത വിശ്വാസികൾ അതിനെ ഉൾക്കൊള്ളും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ തന്നെ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യങ്ങളെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തെ ഒരു മനുഷ്യൻ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു മതേതര രാജ്യത്ത് ജീവിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു മതരാഷ്ട്രവാദത്തിന്റെ കീഴിലേക്ക് പോകാന്നുള്ള ഒരു സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിലയിരുത്തലിൽ നിന്നാണ് ഈ തെറ്റായ സമീപനങ്ങളും മാധ്യമങ്ങൾ സ്വീകരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ മാധ്യമങ്ങൾക്ക് സമൂഹത്തോട് വലിയൊരു പ്രതിബദ്ധതയും ഉത്തരവാദിത്വമുണ്ട്. എല്ലാ മാധ്യമങ്ങളും അവരുടെ അവരുടെ പോളിസികളും നയങ്ങളും ഒക്കെ പറയുമ്പോഴൊക്കെ എപ്പോഴും അവരുടെ മേന്മയായിട്ട് ഉയർത്തി കാണിക്കുന്ന ഒരു ഘടകമാണ് സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള മാധ്യമ പ്രവർത്തനം നടത്തുന്നവരാണ് ഞങ്ങളെന്നുള്ളത് ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ അവകാശപ്പെടുന്നതിനപ്പുറം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ മൗനം പാലിക്കുകയോ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്തിട്ട് തങ്ങളുടെ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം. ഇവിടെയാണ് ദീപിക ആ രീതിയിലുള്ള ശക്തമായ മുന്നോട്ട്, അതായത് ഇത് ആരെങ്കിലും പറയാതിരുന്നതുകൊണ്ട് കാര്യമില്ല, കാരണം ഇത് ചർച്ചയാവേണ്ടതുണ്ട്. ഇപ്പൊ പി ജയരാജൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പിന്നീട് നിഷേധിച്ചെങ്കിലും ഈ സമൂഹത്തിൽ പൊതുസമൂഹം ചർച്ച ചെയ്തു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. ഇനി വരും ദിവസങ്ങളിലും ഇതിന്റെ തുടർ ചലനങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകും. അത് വലിയൊരു ബോധവൽക്കരണമാണ്. നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ പൊതുസമൂഹത്തിന് വലിയൊരു ബോധവൽക്കരണമാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ അടുത്ത കാലം വരെ ഉരുളുപൊട്ടൽ ഉണ്ടാകുമ്പോഴും സാമൂഹിക ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഒക്കെ എല്ലാവരും കുറ്റപ്പെടുത്തിയിരുന്ന കർഷകരെയാണ്. കർഷകര് മലയോരങ്ങളിൽ കുടിയേറിയിട്ടോ അല്ലെങ്കിൽ അവിടെ കൃഷി ചെയ്തിട്ടാണ് ഈ ഉരുളുപൊട്ടലൊക്കെ ഉണ്ടാകുന്നതെന്ന് ബാധിച്ചുകൊണ്ടിരുന്ന വലിയൊരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. എന്നാലും ദീപിക അടക്കമുള്ള മാധ്യമങ്ങൾ തുടർച്ചയായി ഈ വിഷയം ചർച്ചയാക്കുകയും അതല്ല ഇതിനപ്പുറമുള്ള കാരണങ്ങൾ ഉണ്ടെന്ന് പറയുകയും ചെയ്തതോടെ ഈ സമീപകാലത്ത് മാധ്യമങ്ങളുടെ സമീപനങ്ങളിലും പൊതുജനത്തിന്റെ സമീപത്തിലും അവരുടെ ബോധ്യങ്ങളിലും ഒക്കെ മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പലരും ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോൾ കർഷകരാണെങ്കിൽ കുറ്റക്കാരെന്ന് പറയുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു. ഇത് തന്നെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കാര്യത്തിലും ചർച്ചകൾ നടക്കുമ്പോൾ ജനങ്ങൾക്ക് പുതിയ ബോധ്യങ്ങൾ ഉണ്ടാകും. അവര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുകയും അതിനെതിരെ ജാഗ്രത പാലിക്കുവാൻ തയ്യാറാവുകയും ചെയ്യും. അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കും അവരുടെ നിലപാടുകളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. പല കാര്യങ്ങളും അവര് തുറന്നു പറയേണ്ടി വരും. ഓക്കെ, വ്യക്തമാണ്.
ഫാദർ റോബിൻ, ശ്രീ ജോൺസൺ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വോട്ട് ബാങ്കാണ്. അതായത് ഭൂരിപക്ഷത്തിന്റെ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ അത് എങ്ങോട്ടാണ് നോക്കുന്നത് എന്നതനുസരിച്ചായിരിക്കും അവരുടെ പ്രസ്താവനകളും കാര്യങ്ങളും പ്രതികരണങ്ങളും ഒക്കെ വരുന്നത്. ഇപ്പം മാധ്യമങ്ങളുടെ കേസാണെങ്കിൽ ജനങ്ങളുടെ ഒരു കൈയടി, നമുക്കറിയാം മാധ്യമങ്ങളുടെ ഇപ്പോൾ ഒരു പൊതു സ്വഭാവം തന്നെ മാറിയിട്ടുണ്ട്. പല തരത്തിലുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സെൻസേഷനലിസം എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ തീവ്രവാദത്തെ വെളുപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ വരുന്നു, പ്രതികരണങ്ങൾ വരുന്നു, മാധ്യമങ്ങൾ അത്തരത്തിലുള്ള റിപ്പോർട്ടിങ്ങുകൾ നടത്തുന്നു. നമുക്കറിയാം, മറു സൈഡിൽ പലരും ഉന്നയിക്കുന്ന ഒരു വാദഗതിയാണ്, ഇപ്പോൾ ഏത് സമുദായത്തിലായിക്കോട്ടെ അത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ അല്ലെങ്കിൽ അത്തരം ആശയഗതിയിലേക്ക് പോകുന്നവർ ഒരു ന്യൂനപക്ഷമാണ് എന്നൊരു കാര്യം പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ മാധ്യമങ്ങളുടെ കേസ് എടുക്കുമ്പോഴും രാഷ്ട്രീയ നേതാക്കളുടെ കേസ് എടുക്കുമ്പോഴും തീവ്രവാദത്തെ വെളുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം. അപ്പോൾ ഇവർ ഈ പറയുന്ന ന്യൂനപക്ഷത്തിന്റെ ഒരു സ്വാധീനം അത് സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലും എത്രത്തോളം ഒരു ആഴത്തിൽ വേരൂന്നി കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഒരു നേർ ദൃഷ്ടാന്തമല്ലേ ഇവരെ സുഖിപ്പിക്കുവാൻ വേണ്ടി ഇവർ നടത്തുന്ന റിപ്പോർട്ടിങ്ങുകൾ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാർ നടത്തുന്ന പ്രസ്താവനകൾ. ആ ന്യൂനപക്ഷം നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം വലിയൊരു സ്വാധീന ശക്തിയായി, ഇപ്പുറത്തുള്ള ഭൂരിപക്ഷത്തെ ഒരു കവർന്നെടുക്കുന്ന രീതിയിൽ, അവരെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു സ്വാധീന ശക്തിയായി ആ ന്യൂനപക്ഷം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ സൂചനയല്ലേ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടിങ്ങുകളും പ്രസ്താവനകളും? ഫാദർ റോബിൻ. തീർച്ചയായിട്ടും. അതായത് നമ്മുടെ സമൂഹത്തിൽ ഒരു മൈനോറിറ്റിക്ക് ഒരു ഭരണ സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിക്കാനോ നിയന്ത്രിക്കാനോ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ ഈ കഴിഞ്ഞ നാളുകളിൽ പണ്ടുതൊട്ടേ ഇങ്ങനെ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും CPM ലീഗ് കൂട്ടായ്മ നമ്മൾ അധികം ഒന്നും കണ്ടില്ല. ഇപ്രാവശ്യം തൊടുപുഴയിൽ നമ്മളത് കണ്ടു. അതിൻ്റെ ഒരു എഫക്റ്റ് ബാക്കി ചില സ്ഥലങ്ങളിലേക്ക് മാറാൻ വേണ്ടി പോവുകയാണ്. ചർച്ചയ്ക്കിടയിൽ ദേവപ്രസാദ് സാറ് പറഞ്ഞതുപോലെ പകല് CPM കോൺഗ്രസോ രാത്രി SDP ആകുന്ന ആളുകളുടെ എണ്ണം ഒത്തിരി കൂടുന്നുണ്ട്. എന്ന് വെച്ചാൽ ചില പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളെ ഉപയോഗിക്കുന്ന ആളുകൾ, അതൊരു പക്ഷേ വളരെ മൈനോറിറ്റി ആയിരിക്കാം, അങ്ങനെയുള്ള ചില ആളുകൾ ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിലേക്ക് വരികയും അവരൊരു സ്വാധീനം ഉണ്ടാക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എഫക്റ്റ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മറ്റ് സമുദായങ്ങളുടെ കയ്യിലിരുന്ന പല വാർഡുകളും ഇത്തവണ ചില പ്രത്യേക ആളുകളുടെ കൈകളിലേക്ക് പോകുന്ന ഒരു രംഗം നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനുള്ള ക്രമീകരണങ്ങൾ ഇതിനകം തന്നെ ബന്ധപ്പെട്ട ആളുകൾ നടത്തിയിട്ടുണ്ട്. ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിൽ ഇത്തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകൾ കയറി അവിടെ സ്ഥാനം ഉറപ്പിക്കുകയും ഈ ആളുകൾക്ക് വേണ്ടിയിട്ട് അത്തരത്തിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന് വേണ്ടിയിട്ടുള്ള ചില ക്രമീകരണങ്ങൾ അവിടെ നടത്തുകയും ചെയ്യും. ഇനി നമ്മുടെ മധ്യ കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില ഡീലുകൾ നടക്കാൻ പോകുന്നുണ്ട്. ചില നിയോജക മണ്ഡലങ്ങളിൽ ചില ശക്തരായ നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികളായിട്ട് അപ്രതീക്ഷിതമായ ചില സ്ഥാനാർത്ഥികൾ ഇപ്രാവശ്യം വന്നെന്നിരിക്കാം. അതിനൊക്കെയുള്ള ചില ഡീലുകളൊക്കെ പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു, പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു. അത് ഒറ്റ പ്രാവശ്യം കൊണ്ട് ജയിക്കാനൊന്നുമല്ല, മറിച്ച് എത്രമാത്രം വോട്ട് കിട്ടുമെന്നൊക്കെയുള്ള ഒരു ക്രോഡീകരണം നടത്തി അത് ആൾക്കാരെ കാണിച്ചു കൊടുത്ത് അടുത്ത തവണ ഇത് റിമാൻഡ് ചെയ്ത് പതുക്കെ 2 or 3 തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഭാഗമാക്കി ആ നിയോജക മണ്ഡലങ്ങളെ പെർമനൻ്റ് ആയിട്ട് മാറ്റാനുള്ള ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ സമൂഹത്തോട് വിളിച്ചു പറയേണ്ട ഉത്തരവാദിത്വം നമ്മുടെ മാധ്യമങ്ങൾക്കായിരുന്നു. പക്ഷേ ആ മാധ്യമങ്ങൾ നോക്കുമ്പോൾ സാറ് പറഞ്ഞ പോലെ, നമ്മുടെ ജോൺസൺ സാറ് പറഞ്ഞതുപോലെ പരസ്യം കിട്ടാതെ വരാം, അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് കുറയാം, അതിൻ്റെ മറ്റു തരത്തിലുള്ള വരുമാനങ്ങൾ പറയാം. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് മാധ്യമങ്ങളും ചില കോംപ്രമൈസുകൾക്ക് തയ്യാറാവും. എന്തെങ്കിലും ആകട്ടെ, നമുക്ക് നിലനിൽപ്പുണ്ടാവട്ടെ എന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ പ്രതികരണശേഷി ഇല്ലാത്ത ഒരു സമൂഹം നമുക്ക് മുമ്പിലുണ്ടാകും. അപ്പം തന്നെയല്ല, ഇപ്പം ഈ വരുന്ന ഒരു യുവജനങ്ങളുടെ ഒരു പുതിയൊരു തലമുറയിൽ ഈ ജനാധിപത്യ വിശ്വാസം പോലും ഒത്തിരി നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള മത തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ മേഖലകളിലേക്ക് കൂടുതൽ കടന്നു കയറുമ്പോൾ ഒരുപാട് പേര് വോട്ട് ചെയ്യാൻ പോകാത്തൊരവസ്ഥയിലേക്ക് ഇവർ എത്തപ്പെടുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് ഭീകരമായ ഒരു തെറ്റായ ഒരു ജീവിത രീതിയിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുക. തന്നെയുമല്ല, മാധ്യമങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ഭീകര പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയൊക്കെ പിടിയിൽ അമർന്നപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് നമ്മളെത്തും. നമുക്ക് ഒരു ഉദാഹരണത്തിലേക്ക് നോക്കാം. കഴിഞ്ഞ വർഷത്തെ ഒക്ടോബർ മാസം 8-ാം തീയതി ഇസ്രായേലിൽ ഉണ്ടായ ആക്രമണം, ഹമാസ് നടത്തിയ ആക്രമണം, ആ ആക്രമണത്തെ ന്യായീകരിക്കാൻ നമ്മുടെ നാട്ടിലെ മലയാള മാധ്യമങ്ങൾക്ക് യാതൊരു ഉളുപ്പും ഉണ്ടായില്ല എന്നുള്ളതാണ്. നമ്മുടെ ചില മാധ്യമങ്ങളൊക്കെ ഇത് ഇസ്രായേലിന് സംഭവിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ന്യായീകരിച്ചു. തന്നെയല്ല,
ഇതിന്റെ ഈ യുദ്ധത്തിന്റെ വളർച്ചയിൽ ഇസ്രായേൽ വ്യക്തമായൊരു ആധിപത്യം നേടിക്കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മനുഷ്യാവകാശം ലംഘിക്കുന്നു, ഗാസയെക്കുറിച്ച് രക്ഷിക്കണമെന്നുള്ള വിലാപങ്ങൾ ഭയങ്കര സംഭവങ്ങളായി മാറി. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് ഉള്ള ആളുകൾ ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കുകയും പ്രതിരോധങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ മോശക്കാരാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുണ്ട്. മാധ്യമ മേഖലയിലുണ്ട്, രാഷ്ട്രീയ മേഖലയിലുണ്ട്, സാമൂഹിക ഇടപെടലുകളുടെ മേഖലയിലുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ ചില അടിമത്തങ്ങളിലേക്ക് നമ്മുടെ മനസാക്ഷി കടന്നു പോകുന്നു എന്നുള്ളത് നമ്മളൊരു ഗൗരവത്തോടു കൂടെ തന്നെ കാണേണ്ടതാണ്. നമ്മുടെ സമൂഹത്തിന്റെ സാമൂഹിക ആരോഗ്യത്തിന് ഗുരുതരമായൊരു ഹാനികരം ഉണ്ടായിട്ടുണ്ടെന്ന് ഒരൊറ്റ വാക്കുകൊണ്ട് നമുക്ക് ഈ ജോർജ് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് ഉത്തരം തരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, മറ്റൊരു കാര്യം കൂടി നമുക്കറിയാം. ഈ 2010 ആ ഒരു കൈവെട്ട് കേസ് അതൊരു ടെസ്റ്റ് ഡോസ് ആണ് എന്ന ഒരു അഭിപ്രായം പലരും പങ്കുവെക്കുന്നുണ്ട്. അതായത് ഭയപ്പെടുത്തി ഒരു നിശബ്ദരാക്കുന്ന ഒരു പ്രവണത, അത് കായികമായി നടത്തിയ ഒരു ആക്രമണങ്ങൾ. എന്നാൽ ആ ഒരു കൈവെട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പല രീതിയിലും ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുന്നവരുടെ നേരെ ഉയരുന്നുണ്ടല്ലോ. അതായത് ആശയപരമായിട്ട് ഉള്ള വിമർശനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്ന കാര്യങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, അല്ലെങ്കിൽ മോശക്കാരായി ചിത്രീകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ചില അധിനിവേശ ശ്രമങ്ങൾ അന്ന് കൈവെട്ടിലൂടെ ഒരു ഭയപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു. അതുപോലെ തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ ആ കൈവെട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിന്റെ പൊതു സമൂഹത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ ഫാദർ റോബിൻ? തീർച്ചയായിട്ടും അത് കൈവെട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം കേരള സമൂഹത്തിലേക്ക് നടത്തിയ ഒരു ഔദ്യോഗിക ഉദ്ഘാടനമാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് പല തലങ്ങളിൽ പ്രത്യക്ഷത്തിൽ കൈവെട്ടിയില്ലെങ്കിലും നാവ് വെട്ടുന്നതും തല വെട്ടുന്നതും ഒക്കെ നമ്മൾ പല തരത്തിൽ നമ്മൾ കണ്ടു. അത് നിയമതലത്തിലൂടെ ആവാം, അതുപോലെയുള്ള ചില രാഷ്ട്രീയ മേഖലകളിലൂടെ ആകാം. അതിലൂടെ പല തരത്തിലൂടെ വളർന്നു വന്നിട്ട് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകാവുന്ന ഒരു ഉദാഹരണം നമ്മുടെ ആലപ്പുഴയിൽ നടന്ന സമ്മേളനത്തിൽ നമ്മുടെ കൊച്ചു വിളിച്ച മുദ്രാവാക്യം ഉണ്ടല്ലോ, പരസ്യമായിട്ടൊരു കുഞ്ഞിനെ കൊണ്ട് വീട്ടില് അരിയും മലരും കരുതിക്കോളാനും കുന്തിരിക്കം വാങ്ങിച്ചു വെച്ചോളാനും ഒക്കെ എട്ടും പൊട്ടും തിരിയാത്തൊരു കൊച്ചിനെ കൊണ്ട് വിളിപ്പിക്കാൻ പറ്റുന്ന ഒരു ധൈര്യത്തിലേക്ക് ഇത്തരം സംവിധാനങ്ങൾ മാറിയെന്ന് പറയുമ്പോൾ എത്രമാത്രം ഇത് സ്വാധീനിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ടതായിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ തന്നെ കരിമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നിർണായകമായ വിവരങ്ങൾ ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോലീസുകാർക്കെതിരെ നടപടിയെടുത്തത്. നമ്മുടെ നിയമ സംവിധാനങ്ങൾ, പോലീസ് സംവിധാനങ്ങളൊക്കെ എത്രമാത്രം കൈവിട്ടുപോയി എന്ന് നോക്കുക. നമ്മുടെ തന്നെ എറണാകുളം ജില്ലയിലെ മറ്റൊരു പ്രമുഖ പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക തലത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അത് പരാതി കൊടുത്തവൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു സംവിധാനം 2 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ പിടിക്കപ്പെടുകയും വാർത്തയാക്കപ്പെടുകയും ഒക്കെ ചെയ്ത കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള പല തരങ്ങൾ വരുമ്പോൾ എല്ലാ മേഖലകളും ഇത്തരം ചില അടിമത്തങ്ങളിലേക്ക് പോയി കഴിഞ്ഞു. വളരെ ആശങ്കയോടുകൂടെ തന്നെ നമ്മൾ മറ്റ് ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളും വളരെ ഗൗരവത്തോടു കൂടെ തന്നെ നോക്കിക്കാണേണ്ട ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് വെച്ചാൽ ഈ മുസ്ലിം സമുദായം മുഴുവൻ തീവ്രവാദികളാണെന്നോ അല്ലെങ്കിൽ മുസ്ലിമായി ജനിക്കുന്ന എല്ലാവരും തീവ്രവാദികളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വളരെ മൈക്രോ മൈനോറിറ്റി ആയ ഒരു വിഭാഗം മാത്രമേ ഒരുപക്ഷെ ഇതിനായിട്ട് പോകുന്നുണ്ടാവുള്ളൂ. പക്ഷെ അവർ മൊത്തം ഈ സമുദായത്തിന് മൊത്തം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പേര് ദോഷം അത് വളരെ വലുതാണ്. തന്നെയല്ല, ബന്ധപ്പെട്ട ഇതിൻ്റെ ആ സമുദായത്തിന്റെ നേതൃത്വത്തിലുള്ളവർ ഇത്തരം ആളുകളെ തള്ളിപ്പറയേണ്ട നേരങ്ങളിൽ കൃത്യമായിട്ട് തള്ളിപ്പറയാത്തത് കൊണ്ട് അത് വല്ലാത്തൊരു സാമൂഹിക പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. അവിടെയാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ആ വാക്കിനെ കൃത്യമായിട്ട് ഉപയോഗിക്കപ്പെടുകയും ഇരവാദം മുഴക്കി ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ സമൂഹത്തിന്റെ മനസാക്ഷിയെ ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ച് കുറ്റവാളികൾ രക്ഷപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുക. അവിടെ നമ്മുടെ പൊതുസമൂഹത്തിന്റെ വലിയ ജാഗ്രത നമുക്ക് ഉണ്ടാകണം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പോലീസ് അധികാരികൾ സ്ഥാനമൊഴിഞ്ഞു പോകുമ്പോഴല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അവരുടെ കയ്യിൽ അധികാരമുള്ള സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൃത്യതയോടെ നേരിടാനായിട്ടുള്ള ഒരു ആർജവത്വം കാണിക്കണം. ഭരണ സംവിധാനങ്ങൾ അവർക്കുള്ള സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ സമൂഹം ഇല്ലായ്മപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിൽ നിന്ന് തിരിച്ചു പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ടി ദേവപ്രസാദ്, ഈ കഴിഞ്ഞ ദിവസം ഈ പി ജയരാജന്റെ ഈ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നടന്ന ചാനൽ ചർച്ചകൾ, പ്രത്യേകിച്ച് ദീപിക ദിനപത്രത്തിന്റെ മുഖപ്രസംഗവുമായി ബന്ധപ്പെട്ട് നടന്ന ചാനൽ ചർച്ചകളിൽ ഉയർന്നു വന്ന ചില വിചിത്രമായിട്ടുള്ള ചില വാദഗതികൾ, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഭീകര സംഘടന 2019 അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അവർ ഇല്ലാതായി.
അപ്പോൾ ഇല്ലാതായ ഒരു പ്രതിഭാസത്തിനെ എന്തുകൊണ്ട് വിമർശിക്കുന്നു, അതെന്തുകൊണ്ട് ഇപ്പോൾ ഒരു വിമർശന വിധേയമാക്കുന്നു എന്ന തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള വാദഗതി. എന്നാൽ നാം പരിശോധിക്കുമ്പോൾ, ലോകമെമ്പാടും പരിശോധിക്കുമ്പോൾ ഈ പറയുന്നത് പോലെ ഇപ്പോൾ വലിയ ഈ കൊലക്കത്തി ഒക്കെ ആയിട്ട് സ്ക്രീനിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന, തോക്കുകളൊക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെടുന്ന തീവ്രവാദികൾ ചിലപ്പോൾ അവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അവരെ അത്തരം കാര്യങ്ങളിലേക്ക് നയിക്കുന്ന ആശയങ്ങൾ, തീവ്ര ആശയങ്ങൾ, അത് ലോകമെമ്പാടും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ISKP പോലെ ഈ സൈബർ ഇടങ്ങളിൽ വിഷം വിതറുന്ന ഭീകര സംഘടനകൾ, നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു, കേരളത്തിൽ തന്നെ പല അധിനിവേശ ശ്രമങ്ങൾ ഈ പറയുന്ന വഖഫിന്റെ കാര്യത്തിലായിക്കോട്ടെ, നമ്മുടെ ഈ സ്ഥാപനങ്ങളിൽ നടന്ന നിസ്കാര സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആയിക്കോട്ടെ. അപ്പോൾ ആ ഒരു ആശയം ലോകത്തിലെ ആകമാനം, യൂറോപ്പിലായിക്കോട്ടെ, പാശ്ചാത്യ രാജ്യങ്ങളിലായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, ആഴത്തിൽ വേരൂന്നി കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം വിചിത്രമായ വാദഗതികൾ ഉന്നയിക്കുന്നവർ ഈ ആശയത്തെ എതിർക്കാതെ പോകുന്നത്? അതല്ലെങ്കിൽ അതിനെ നേരെ ഒരു കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ഒരു പ്രതിഭാസം ഇവർ പുലർത്തുന്നത്? ശ്രീ ടി ദേവപ്രസാദ്. പരസ്യവും സർക്കുലേഷനും മാത്രമല്ല, പ്രാണഭയവും ഉണ്ട് പത്രപ്രവർത്തകർക്ക്. ഇതിന് പരസ്യവും ഇത് ഇല്ലാത്തതിലുള്ളവരെ ഭീഷണിപ്പെടുത്തി നിർത്താനുള്ള നീക്കങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും ഉടനെ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ന്യൂനപക്ഷ. ശരിയാ, ന്യൂനപക്ഷമാണ് എല്ലായിടത്തും തീവ്രവാദമായിട്ടുള്ളത്. ന്യൂനപക്ഷം, പക്ഷെ ന്യൂനപക്ഷമാണ് അധികാരം പിടിക്കുന്നതും. അധികാരം പിടിച്ചു കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തിനും ഇത് തന്നെയാണ്. ഇപ്പം പിന്നെ അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിം തീവ്രവാദ രാജ്യങ്ങളിലൊക്കെ കണക്കുകൾ നമുക്കറിയാം. ഇപ്പം ഇറാനിലെ കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷെ ഇതെങ്ങനെയൊന്നും ആഗ്രഹിക്കാത്തവർ പോലും നിസ്സംഗരായിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ ഒരു പക്ഷെ അതുകൊണ്ട് ഭയപ്പെടേണ്ട ഒരു സാഹചര്യമല്ല. ഇന്നിപ്പോ ലോകത്തെല്ലാം ഇതിനെതിരായിട്ടുള്ള ഒരു വലതുപക്ഷ ഒരു രാഷ്ട്രീയം വളർന്നു വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അടുത്തവണ ഈയിടെ കണ്ടതല്ലേ, ഫ്രാൻസിലെ ഇലക്ഷൻ മാക്രോൺ കഷ്ടിച്ചല്ലേ രക്ഷപ്പെട്ട ലേപ്പനിൽ എന്നാ ഉണ്ടായിട്ട് വലതുപക്ഷ രാഷ്ട്രീയം. ഇപ്പൊ ഇറ്റലിയിൽ ആരാ ഭരിക്കുന്നത്? ലോകം മുഴുവൻ ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള അത് വിനാശകരമാവുക. നമ്മൾ ഉടനെ ഈ വലിയ ആദർശം പറഞ്ഞുകൊണ്ടിരുന്ന മറ്റൊരു തല്ലിക്കൊല്ലുമ്പോൾ യാതൊന്നുമില്ല, ഇവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അതിന് മനുഷ്യാവകാശം. ഇപ്പൊ ഹമാസിന്റെ കാര്യം പറയുന്നില്ല, ഹമാസുകൾ കുഞ്ഞുങ്ങളെ കൊന്നപ്പോൾ കുഴപ്പമില്ല, ഇസ്രായേൽക്കാർ ആരെങ്കിലും പിടിച്ചു കൊന്നിട്ടുണ്ടെങ്കിൽ ഉടനെ അത് പാവം. തെറ്റാണ്, മനുഷ്യബന്ധം തെറ്റാണ്. പക്ഷെ ഒരു കൂട്ടർ ചെയ്യുന്നത് തെറ്റാന്ന് പറയാനോ അല്ലെങ്കിൽ അതിനെ നിർത്താനോ സാധിക്കാതെ മറ്റൊരു ചെയ്യുന്ന തെറ്റെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഇപ്പൊ ഹമാസുകളെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഇസ്രായേൽക്കാരോട് ചേരുമെന്ന് പറയാൻ നമുക്ക് എന്താ കാര്യം? ഇസ്രായേൽക്കാരോടും ഹമാസുകാരോടും പറയാം, അത്രയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഹമാസ് ഇസ്രായേൽക്കാരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? അപ്പൊ ഓരോരുത്തരും ഒരു വലതു. ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ഇത് തന്നെ സംഭവിക്കുന്നത്. ഇന്ത്യയിൽ ഇപ്പൊ എന്തുകൊണ്ടാണ് BJP ഇങ്ങനെ ശക്തിപ്പെടുന്നത്? BJP ശക്തിപ്പെടുന്ന അല്ലെ വലതുപക്ഷ രാഷ്ട്രീയ ഇന്ത്യ ശക്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ക്രൈസ്തവരുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ പത്രങ്ങളോ അല്ലെങ്കിൽ ഇപ്പം ദീപിക ഒന്നും ഈ തീവ്രവാദത്തെ ഒന്നും ഒരിക്കലും പിന്താങ്ങുകയില്ല. പക്ഷെ അതുകൊണ്ട് സമൂഹത്തിൽ ഇത് വളരെയല്ല എന്ന് കരുതരുത്. കാരണം വർഗീയത വളരുന്ന രണ്ട് ഇതിലൂടെ വർഗീയ ചിന്ത വരുന്നത്. ഒന്ന്, നിലനിൽക്കാൻ ഒരു ആഗ്രഹം സാധിക്കുകയല്ല, നശിപ്പിക്കാൻ ഒരു കൂട്ടർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ, ഇപ്പം ഈ കാസ എന്ന് പറയുന്ന ഒരു സംഘടന എങ്ങനെയാ കാസ തുടങ്ങിയത്? കാസയുടെ ഫൗണ്ടർ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ഥാപകന്റെ മകളെ ഒരു മുസ്ലിം പിടിച്ചോണ്ട് പോയി. അയാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ മുസ്ലിമിനെ സംരക്ഷിക്കാൻ 100 കണക്കിന് മുസ്ലിമുകൾ. അയാൾക്ക് ആരുമില്ല. ഈ പ്രസ്ഥാനം ഇറക്കുന്നവരൊന്നും അങ്ങോട്ടൊന്നും ചെല്ലത്തില്ല, അവിടെയൊന്നും സഹായിക്കാനൊന്നുമില്ല. അവിടെ സഹായിക്കാൻ ഒരു കുറെ പേര് കൂട്ടി. അങ്ങനെയാണ് ഈ കാസ വളർന്നത്. ഇപ്പൊ കാസ ഇപ്പൊ ആരുടെയെങ്കിലും സപ്പോർട്ടോട് കൂടി വളരുന്നതല്ല, ആരും സപ്പോർട്ട് ചെയ്തിട്ടുമല്ല അത് വളരുന്നത്. അത് വളരുന്നത് ഇങ്ങനെയുള്ള സംരക്ഷണം വേണമെന്ന് ആഗ്രഹമുള്ളവർ ഒന്നിച്ചു കൂടുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയ്ക്ക് ഭയങ്കര പവറായിരിക്കും. അതിപ്പോ എല്ലാ സമുദായത്തിലും ഉണ്ടായിപ്പോകും. കാരണം ഇങ്ങനെയുള്ള തീവ്രവാദം എന്തുകൊണ്ടാണ് 2000 വർഷമായിട്ട് കേരളത്തിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നേ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഹിന്ദു സമുദായം ഇതുപോലെ ലോകത്തിലുള്ള ഏറ്റവും നല്ല അതിഥി ദേവോഭാവോ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു സമൂഹമാണ് ഹിന്ദു സമൂഹം. ഇപ്പൊ അറിയാം, ഈ സോഷ്യൽ മീഡിയ വരുന്ന നേരാണെന്ന് അറിയത്തില്ല, അംബാനിയുടെ കൊട്ടാരം ഇപ്പം വക്കഭൂമിയാന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പോവാന്നും പറഞ്ഞ് ഒരു വീഡിയോ കണ്ട് ഇപ്പൊ ഈ ഒത്തിരി സോഷ്യൽ മീഡിയ വരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ന്യൂഡൽഹിയിലെ മിക്കവാറും എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും വക്കഭൂമിയാണെന്നാണ് ഇപ്പൊ അതിന്റെ കേസുണ്ട്. അതിനാണ് കോൺഗ്രസ് കുറെ വിട്ടുകൊടുത്തത്, 213 സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുകയൊക്കെ ചെയ്ത്. അങ്ങനെയാണ്. അതൊക്കെ നിയമം വഴി അബോളിഷ് ചെയ്ത് കളയേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ ചെയ്യാനുള്ള ഒരു തന്റെ ഇടമുള്ള ഒരു ഗവൺമെന്റ് വരുമ്പം ആ ഗവൺമെന്റ് ചെയ്യുന്നതിന് ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. ജനങ്ങളുടെ വോട്ട് അതിലേക്ക് പോകും. പിന്നെ ഇപ്പം ഒരു മതേതരത്വ നിലപാടെന്ന് ഇപ്പൊ അവര് കാണിക്കുന്ന കൊള്ളത്തരങ്ങൾ കാണിക്കണം. ഇപ്പം ദീപിക പത്രത്തെ കുറിച്ച് പറഞ്ഞില്ലേ, ദീപിക പത്രം മണിപ്പൂരിനെ കുറിച്ച് ഇവിടെ വലിയ പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇവര് ദീപിക പത്രം സെൻട്രൽ സ്പ്രെഡ് ഇറക്കില്ല, മണിപ്പൂരിൽ എന്തൊക്കെ നടന്നെന്നും പറഞ്ഞിട്ട്. അത് അന്നേരത്തേക്ക് ഹിന്ദു തീവ്രവാദികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നമ്മളെ
ചിന്തിച്ചത് പറഞ്ഞു. ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്, ജനങ്ങൾക്ക് ബോധവൽക്കരിക്കപ്പെട്ടു, ജനങ്ങൾക്ക് അറിയാം ഇന്നിപ്പോ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം എന്നുള്ള അവർക്ക് ആകെപ്പാടെ അവർക്ക് പിന്നെ അവരുടെ ശേഷി വിനിയോഗിക്കാൻ പറ്റുന്നത് വോട്ടവകാശം വരുമ്പോഴാണ്. പിന്നെ ഒരു 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 പ്രശ്നം ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ BJPക്ക് വല്ല വോട്ട് ചെയ്താൽ പിണറായി വിജയിക്കാൻ കാരണമാകുമെന്നൊരു തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ട്, ഒരു ഭയം ഉള്ളത് കൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്ന പറ്റിയല്ല. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു വലതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടും. അത് നല്ലതായിരിക്കും എന്നുള്ളതല്ല, ലോകത്ത് മുഴുവൻ വലതുപക്ഷ രാഷ്ട്രീയം ശക്തിപ്പെടുന്നുണ്ട്. ജർമ്മനി പോലും നാസികൾ വീണ്ടും വരുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഈ കുടിയേറി ചെന്നവർ അവരുടെ നിയമങ്ങളും ഇപ്പം കുറച്ചുപേരേ ഉള്ളൂ, അവരില്ലാത്ത എല്ലാ തരത്തിലുള്ള കാണും. അവരെ കുറിച്ച് പറഞ്ഞ ഇസ്ലാമോഫോബിയ ഇങ്ങനെ ചെയ്തിരിക്കും. അത് തെറ്റാന്ന് പറയാൻ ഇപ്പം അച്ഛൻ മുമ്പേ ചൂണ്ടിക്കാണിച്ച പോലെ തെറ്റാന്ന് പറയാൻ ഈ പൊതുസമൂഹം തയ്യാറാവുകയില്ല. നമ്മൾ പറഞ്ഞാലും നന്നായാലെന്നോ എന്തെങ്കിലും കാര്യമായിരിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന ഒരു സമൂഹത്തിന് ചെയ്യാൻ സാധിക്കുന്ന ഒരു 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 അവസ്ഥയുണ്ട്. ആ അവസ്ഥ ശക്തിപ്പെടുന്നുണ്ട് സമൂഹത്തിൽ. ആ ശക്തിപ്പെടുന്നതിലുള്ള ഭയം കൊണ്ടാണ് ജയരാജൻ ഇതൊക്കെ പറഞ്ഞത്. ജയരാജൻ അതുകൊണ്ടാണ് കേരളം ഗുരുവിനെ മറക്കുന്ന കേരളം എന്നുള്ള പുസ്തകം എഴുതി കൊണ്ടുവരുന്നത്. പക്ഷെ അത് എന്തുമാത്രം ഫലം ചെയ്യും നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ ജനങ്ങള് ഇതിൽ ബോധവാന്മാരായിട്ടുണ്ട്. പിന്നെ ഇതിപ്പോ ഈ ചാനലുകളൊക്കെ അവര് അങ്ങനെ പറയും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതുകൊണ്ട് പലരും ഇപ്പൊ ഈ ചാനൽ ചർച്ച പോലെ ഇപ്പൊ ഒരു കുറെ കണ്ടിട്ട് അങ്ങ് ഓഫ് ചെയ്ത് വെച്ച് പോകും. അത്ര തന്നെ, അത്ര അല്ലാതെ ഇതിലൊക്കെ ആരാ ഗൗരവം എടുക്കുന്നു എന്നുള്ളൊരു ഒരവസ്ഥയിലേക്ക് വന്നിട്ടില്ല കാര്യങ്ങൾ. പിന്നെ അതിനകത്തൊക്കെ എല്ലാവരും പറഞ്ഞു വീട്ടുന്ന ഈ ഇങ്ങനെയുള്ള തീ പിടിപ്പിക്കുന്ന സെന്റൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് ചിലപ്പോൾ വന്നു പോകുമായിരിക്കും. ഇപ്പൊ ഈ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരിക്കുന്ന ആൾക്കാരുടെ പിന്നെ പേര് നോക്കി അറിയാം ഇവൻ എന്ത് നിലപാട് എടുക്കാൻ പോകുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കുന്നു കേരളത്തിൽ കാര്യങ്ങൾ പലതും. ഇപ്പൊ ഈ പിന്നെ പിന്നെ ന്യൂനപക്ഷമാണ് അവരുടെ കൂടെ ഇത് അതൊന്നും പറഞ്ഞ് നമ്മൾ ഇതിനെ ഒന്ന് കണ്ണടച്ച് നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമില്ല. പിന്നെ നമുക്ക് നാളെ കാലത്ത് ഇതിന്റെ അവരെ പോലെ ആകാമെന്ന് വെച്ചാൽ പോലീസിലെ പറഞ്ഞാൽ അവരെ പോലെ ആകാമെന്ന് വെച്ചാൽ അത് പാപമാണെന്ന് നമ്മൾ അറിയുന്നു. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനുള്ള ഒരു റെസിസ്റ്റൻസ് മൂവ്മെന്റ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാവുമ്പോൾ ആ റെസിസ്റ്റൻസ് മൂവ്മെന്റ് ജനങ്ങളുടെ ഇടയിൽ ശക്തി കിട്ടും. എന്തുകൊണ്ടാണ് ഇപ്പം നമ്മള് തൃശ്ശൂരിലൊരു സുരേഷ് ഗോപി ജയിച്ചു മാത്രമല്ല, ഈ തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ശശി തരൂർ കഷ്ടിച്ച് കടന്നുകൂടിയത്? തിരുവനന്തപുരത്തെ ആർച്ച് ബിഷപ്പ്, ലാറ്റിൻ ആർച്ച് ബിഷപ്പ് ഭയങ്കര ശക്തമായിട്ട് തരൂരിന് വേണ്ടി പറഞ്ഞുകൊണ്ട് തീരദേശത്തെ വോട്ടെണ്ണിയപ്പോൾ അങ്ങനെ കടന്നുകൂടി, കഷ്ടിച്ച് 20,000 വോട്ടിന് കടന്നുകൂടിയത്. ഭയങ്കരമായി ജനങ്ങളുടെ ഇടയിൽ ഫീലിംഗ് വന്നിട്ടുണ്ട്. ഈ ഫീലിംഗ് ശക്തമായിട്ട് വളരും. അത് കൂടുതൽ അപകടത്തിലേക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്ക് പോകാതിരിക്കാൻ എല്ലാവരും ഈ മതേതര പാർട്ടികള് മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ മതങ്ങളെ അംഗീകരിക്കുക, എല്ലാ മതങ്ങൾക്കും കൊടുക്കേണ്ടത് ന്യായമായിട്ടുള്ളത് അംഗീകരിക്കുക, ന്യായമായിട്ടുള്ളവരെ അംഗീകരിക്കുക, അതിനുവേണ്ടി നിലകൊള്ളുക. ഇപ്പൊ ഇന്നിപ്പം പിന്നെ വി ജയരാജന്റെ പിന്നെ ന്യായീകരണങ്ങൾ ദീപികപത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ, ഫേസ്ബുക്കിൽ അന്ന് തന്നെ അവർ എടുത്തിട്ടിരിക്കുന്ന. അതിനകത്ത് പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ, ഹാഗിയ സോഫിയയുടെ കാര്യത്ത് അവർക്കെതിരായിരുന്നു, പിന്നെ മുസ്ലിങ്ങളെ പിടിച്ച് ശരിയല്ലെന്ന് ഞങ്ങൾ പറഞ്ഞു. എവിടെയാ പറഞ്ഞത് ഞാൻ വായിച്ചില്ല, എനിക്ക് ഓർക്കുന്നില്ല. പറഞ്ഞില്ലെന്ന് ഞാൻ പറയാൻ ആളല്ല. അതുപോലെ പിന്നെ വഖഫ് നിയമനം സംബന്ധിച്ച്, വഖഫ് നിയമനം PSCക്ക് വിട്ടത് സംബന്ധിച്ചുള്ള തർക്കമുണ്ട്. അവസാനം അത് അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്തു കൊടുത്തില്ലേ? നമ്മൾ ഓരോ സംഭവങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അവസാനം കീഴടങ്ങുന്നതാണ്. ഇവിടെ ജെൻഡർ ന്യൂട്രൽ ഡ്രസ് വരുത്തെന്നും പറഞ്ഞ് വിദ്യാഭ്യാസ മന്ത്രി വലിയ പ്രഖ്യാപനം നടത്തിയില്ല, നടന്നോ? പിന്നെ സ്കൂൾ ടൈം മാറ്റം എന്ന് പറഞ്ഞിട്ട് നടന്നോ? ഒന്നും നടന്നില്ല. അതുപോലെ ഈ ഞാൻ ചോദിക്കട്ടെ, ഈ പിന്നെ എറണാകുളത്തെ ആ അഭിമന്യു എന്ന് പറഞ്ഞ പൂച്ചിന് ആ SFI പ്രവർത്തകനെ കൊന്നിട്ട് അതിന്റെ പ്രതിയെ പിടിക്കാൻ പറ്റുമോ? ഇടതുപക്ഷം ഭരിക്കുന്ന നാട്ടില്. ഇവിടുത്തെ കേരള പോലീസ് ഇന്നലെ മിനിഞ്ഞാന്ന് കണ്ട് ഒരു പ്രതിയെ എവിടെ പോയാ പിടിച്ചോണ്ട് വന്നേ? നമ്മുടെ പോലീസിന് കഴിവില്ലാത്തതുകൊണ്ടല്ല. പിന്നെ ഒരു ഭീകരമായ ഒരു കാര്യം കൂടെ, അച്ഛൻ പറഞ്ഞതിന് കോംപ്ലിമെന്റ് ചെയ്യാൻ പറയാണ്. ഇപ്പൊ അൻവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതാണെന്നൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെ അൻവറിന് ഇത് ചോർന്ന് കിട്ടി? ആരാണ് അൻവർ ഇത് ചോർത്തി കൊടുത്തത്? ADGPയുടെ ഫോൺ, കേരളത്തിലെ ക്രമസമാധാന പാലനത്തിന്റെ ചുമതല വഹിക്കുന്ന ADGPയുടെ ഫോൺ, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഫോൺ അദ്ദേഹത്തിന് ചോർത്തി എടുത്തു എന്ന് പറഞ്ഞാൽ അത് ഒരു ഇഷ്യൂ അല്ലേ? അതിവിടെ ആർക്കും ഇഷ്യൂ അല്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഞങ്ങളൊക്കെ ഒരു പഴയ തലമുറയിൽ പത്രപ്രവർത്തകനായിരിക്കും. നമ്മുടെ ഫോൺ ചോർത്തി കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ വ്യക്തിയുടെ ഫോൺ ചോർത്തപ്പോട്ടെ, കേരളത്തിലെ ക്രമസമാധാന പാലനത്തിന് ചുമതല വഹിക്കുന്ന ADGP, അദ്ദേഹം കള്ളനോ കൊലപാതകം എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ഫോൺ ഒരു വ്യക്തിക്ക് എങ്ങനെ ചോർന്ന് കിട്ടി? ഉന്നത തലത്തിലുള്ള അച്ഛൻ ചൂണ്ടിക്കാണിച്ച പോലെ കരിമണ്ണൂര് മാത്രമൊന്നുമല്ല, തിരുവനന്തപുരത്ത് IG ഓഫീസിൽ നിന്ന് വരെ പലരും പുറത്താക്കിയിട്ടുണ്ട്. പച്ച വെളിച്ചം എന്നുള്ള സംഘടനയെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം.
അപ്പൊ ഇതൊക്കെ ജാഗ്രതയോടെ ഇങ്ങനെയൊക്കെയാണ് ഓക്കെ കാര്യങ്ങൾ പോകുന്നതെന്ന് ജാഗ്രതയോടെ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ള വ്യക്തം. ഒരു ഓക്കെ, വ്യക്തമാണ്. ഞാൻ സമയപരിമിതിയിൽ ഇടപെടുകയാണ് ശ്രീ ടി. സമയം ഒരു അവസാനിക്കാറെ. കാര്യമുണ്ട്, ഇത് ഓക്കെ, ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊന്നുമല്ല. ഇപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആത്യന്തികമായി ദൈവം ഇടപെടും, തീർച്ചയായും അതിനകത്ത് സംശയമൊന്നുമില്ല. തീർച്ചയായും. പിന്നെ ജനങ്ങളുടെ യഥാർത്ഥ ശക്തി വരികയും ചെയ്യും. പിന്നെ അതിനിടയ്ക്ക് കുറെ ത്യാഗങ്ങളും സഹനങ്ങളും ഒക്കെ ഓക്കെ, ഉണ്ടായിരിക്കും. വ്യക്തമാണ്. അത് സ്വാഭാവികമായിട്ടും അനുഭവിക്കേണ്ടത്. അത് ചിലപ്പോൾ നമ്മളായിരിക്കും, അത് അടുത്ത തലമുറയായിരിക്കും. ഓക്കെ. ഏറ്റവും ലാസ്റ്റായി ശ്രീ ജോൺസൺ, ഇപ്പം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെ ഒരു ആഴത്തിൽ പഠിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഇപ്പോൾ ആഗോള സമാധാനത്തിന് ഒരു ഭീഷണിയായിട്ട് തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ഇസ്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. തീവ്രവാദത്തെ വെള്ളപൂശിക്കൊണ്ടുള്ള റിപ്പോർട്ടിംഗ്, ഒരു വ്യാജമായിട്ടുള്ള ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ ഭൂരിപക്ഷ തീവ്രവാദം ഉയർത്തുന്ന വെല്ലുവിളികളും കാണാതെ പോകുന്നില്ല. അതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വരും കാലങ്ങളിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പുലർത്തേണ്ട ഒരു ജാഗ്രതകളെ കുറിച്ച് അങ്ങൊന്ന് പങ്കുവെക്കാമോ ചുരുങ്ങിയ വാക്കുകളിൽ, ശ്രീ ജോൺസൺ? എനിക്ക് തോന്നുന്നു ഇവിടെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന് ഒരു അവരുടെ സ്വാധീനം മൂലം അവർക്ക് പൊതുസമൂഹത്തിലെ ചില വ്യക്തികളെയൊക്കെ സ്വാധീനിച്ചെടുക്കുവാനും അവർക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുന്നവരാക്കി മാറ്റുവാനും പൊളിറ്റിക്കൽ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അല്ലെ ആശയധാര പുലർത്തുന്നവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബൗദ്ധിക പ്രവർത്തനം അവർ വളരെ സജീവമായിട്ട് കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ട് വരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ആരെങ്കിലും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് കേരളത്തിലെ മുഴുവൻ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തെ മുഴുവനായിട്ടാണ് ആക്രമിക്കുന്നതെന്നുള്ള പ്രതീതി വരുത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിജയം. അതാണ് പലപ്പോഴും നിഷ്പക്ഷരായി നിൽക്കുന്നവർ പോലും പ്രതികരിക്കാൻ മടിക്കുന്നത്. മുസ്ലിം സമുദായത്തെ മൊത്തമായിട്ടാണ് ആക്രമിക്കുന്നുള്ള പ്രതീതി ജനിപ്പിക്കാൻ അവർക്ക് കഴിയുന്നുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ ഇതിനെ ബൗദ്ധികമായിട്ട് പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു പൊതുസമൂഹം ഇവിടെ ഉയർന്നു വരേണ്ടതിന്റെ ആവശ്യകതയാണ് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. ക്രൈസ്തവ സമൂഹത്തിന് ഇവിടെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുവാനും അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്നും നാളെ നമ്മൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്താണെന്നും ഏതു രീതിയിലൊക്കെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് ഒരു ഭൗതികമായ തലത്തില് പഠിക്കുകയും നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു സമൂഹം ക്രൈസ്തവ സമൂഹത്തിലും പൊതുസമൂഹത്തിലും ഉയർന്നു വരേണ്ടതുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് നമ്മുടെ സ്വകാര്യമായ രീതിയിലുള്ള ജീവിതത്തിനും അല്ലെങ്കിൽ സ്വത്തിനും ബിസിനസ്സിനും ഇതിനൊക്കെ മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് പൊതുവെ ക്രൈസ്തവർ. ഇങ്ങനെയുള്ള പൊതുകാര്യങ്ങളിലൊക്കെ ഇടപെടാൻ വളരെ കുറച്ചു പേർ മാത്രമേ ക്രൈസ്തവ സമുദായത്തിൽ നിന്ന് പലപ്പോഴും മുന്നോട്ട് വരാറുള്ളൂ. അതിനൊരു മാറ്റം വരേണ്ട കാലഘട്ടമാണ് ഇതെന്നുള്ളത് നമ്മൾ പഠിക്കുന്നവരും വിലയിരുത്തുന്നവരും നിരീക്ഷിക്കുന്നവരും ഒക്കെ ആയുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കുവാൻ വേണ്ടി ക്രൈസ്തവ സമൂഹം മുന്നോട്ട് വരണം. അതിനൊപ്പം തന്നെ എനിക്ക് ചേർത്ത് പറയാനുള്ളത്, ഇപ്പൊ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ഏതെങ്കിലും മതരാഷ്ട്രവാദത്തെ നമ്മൾ എതിർക്കുമ്പോൾ ഉടനെ അതിന്റെ എതിർവശത്തുള്ള മറ്റൊരു തീവ്രവാദത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അതിനെ തോൽപ്പിച്ചു കളയാമെന്ന് കരുതുന്നത് ഒരു വിഡ്ഢിത്തമായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഒരിക്കലും, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന് ഒരിക്കലും അങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിക്കുവാൻ കഴിയില്ല. ഒരു തിരുത്തൽ ശക്തിയായിട്ട് ഒരു വഴിവിളക്ക് എന്ന് പറയാവുന്ന രീതിയിൽ സമൂഹത്തിന് മുന്നിൽ നിൽക്കേണ്ട ഒരു സമുദായമാണ് അല്ലെങ്കിൽ ഒരു ആശയധാരയാണ് ക്രൈസ്തവരുടേത്. അപ്പൊ അത് ഉയർത്തിപ്പിടിക്കുവാനും അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് നിഷ്പക്ഷമായ കാര്യങ്ങളെ വിലയിരുത്തുവാനും പഠിക്കുവാനും കഴിയുന്ന ഒരു തലമുറയെ ഇവിടെ വളർത്തിയെടുക്കുവാനുള്ള പഠന കളരികളും ബോധവൽക്കരണവും ഒക്കെയാണ് ക്രൈസ്തവ സമൂഹം വരും കാലഘട്ടങ്ങളിൽ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. അതിന് അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ സമുദായ നേതൃത്വത്തിലുള്ളവരും ഇപ്പം മെത്രാന്മാരും അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ പോലും അവർ ഈ പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കുകയും വിലയിരുത്തുകയും നന്നായിട്ട് വായിക്കുകയും ചെയ്യുന്നവരായിരിക്കും. നമ്മുടെ ഈ പലപ്പോഴും ഈ പൊതുസമൂഹത്തിൽ ഇറങ്ങുന്ന മാധ്യമങ്ങൾ വായിക്കുന്ന എത്ര പേര്, നമ്മുടെ സമുദായ തലപ്പത്തൊക്കെ ഉള്ളവരില് എത്ര പേര് സമുദായത്തിൽ ഈ പൊതുസമൂഹത്തിലെ ഇതുപോലെയുള്ള മാധ്യമങ്ങളും അല്ലെങ്കിൽ എഴുത്തുകളും രചനകളും ഒക്കെ ഫോളോ ചെയ്യുകയും അത് വായിക്കുകയും അതിനകത്ത് വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ടെന്നുള്ളത് സംശയകരമാണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ബൗദ്ധിക നിലവാരമുള്ള ഒരു തലമുറയെ വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആശയതലത്തിൽ പ്രതിരോധിക്കാൻ കഴിയൂ. കാരണം ഒരിക്കലും ആയുധമെടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രതിരോധിക്കുന്ന ഒരു രീതി ക്രൈസ്തവർക്കില്ല, അത് വിജയം നൽകത്തുമില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ആശയപരമായിട്ട് നേരിടുന്ന ഒരു വലിയ തലമുറയെ, ഒരു പൊതുസമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയും. അത്തരം പ്രവർത്തനമാണ് ദീപികയെ നടത്തുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് ബോധ്യമുണ്ടായിരിക്കുക എന്നുള്ള ദൗത്യമാണ് ദീപികയെ നിറവേറ്റുന്നത്. ഓക്കെ, വളരെ വ്യക്തമാണ്. പ്രസക്തമായിട്ടുള്ള ആശയങ്ങളാണ് ഈ ചർച്ചയിൽ പങ്കുവയ്ക്കപ്പെട്ടത്. തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഗൂഢ അജണ്ടകളെ, അത് ലോക സമാധാനത്തിന് ഉയർത്തുന്ന ഭീഷണികളെ തുറന്നു കാട്ടുവാനുള്ള ഒരു നട്ടെല്ല്
ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒപ്പം തന്നെ മാധ്യമങ്ങൾക്കും ഉണ്ടാകട്ടെ. ഇനി ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ റോബിൻ, ശ്രീ ടി ദേവപ്രസാദ്, ഒപ്പം തന്നെ ശ്രീ ജോൺസൺ, 3 പേർക്കും നന്ദി.